നമസ്കാരം. ഫറൂഖാബാദ് ജില്ലയിലെ സകലരും ഭയത്തോടെ മാത്രം കേൾക്കുന്ന ഒരു പേരാണ് ഷിയോദാൻ കാച്ചി. അയാള് അക്ഷരാർത്ഥത്തിൽ ഒരു ടെററാണ്. ഫറൂഖാബാദിലെ വളരെ പ്രമുഖമായ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സമുദായമാണ് കാച്ചി സമുദായം. ആ സമുദായത്തിൽ നിന്നുള്ള ഷിയോദാന്റെ ജന്മദേശം കൈൻകജി പോലീസ് സ്റ്റേഷന് അതിർത്തിക്കുള്ളിലാണ്. ഫറൂഖാബാദ് പൊതുവെ കാർഷിക വൃത്തിക്ക് പേരുകേട്ട സ്ഥലമാണെങ്കിലും അലിഗഞ്ചുമായി ചേർന്ന് വരുന്ന ഫറൂഖാബാദിന്റെ മേഖല കുറ്റകൃത്യങ്ങൾക്കും പേരുകേട്ടതാണ്. അലിഗഞ്ചിൽ ധാരാളം ക്രിമിനൽസ് ഉണ്ട്. ആ ക്രിമിനലുകളുമായി ബന്ധപ്പെട്ട അനവധി ആളുകൾ ഫറൂഖാബാദിന്റെ അതിർത്തിയിലും ഉണ്ട്. ശരിക്കും ദാരിദ്ര്യാവസ്ഥയിൽ വളർന്നു വന്ന ഷിയോദാൻ അല്പസ്വല്പം മോഷണങ്ങളുമായിട്ട് കാമിഗഞ്ച് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ വിലസുന്ന സമയത്ത് പലപ്പോഴും പോലീസ് ഷിയോദന് വാണിംഗ് കൊടുത്തിരുന്നു. അന്നൊക്കെ അവന്റെ പേരിലുള്ളത് ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളാണ്. സാധാരണഗതിയിൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന പ്രായമാണ്. ആ പ്രായത്തിൽ തന്നെ ഷിയോദാൻ അത്യാവശ്യം ചില്ലറ മോഷണവും പിടിച്ചുപറിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പോലീസ് സ്റ്റേഷന്റെ റെക്കോർഡുകളിൽ അവന്റെ പേരുമുണ്ട്. ഷിയോദന്റെ പേരിൽ പെറ്റി കേസുകൾ ഇങ്ങനെ കാമിഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ പതുക്കെ പതുക്കെ വളർന്നു വരികയാണ്. ആ സമയത്താണ് ഷിയോദാൻ 4-5 കൂട്ടുകാരെ കൂടെ കൂട്ടി ഒരു ചെറിയ ഗ്യാങ് രൂപീകരിക്കുന്നത്. ഗ്യാങ് രൂപീകരിച്ച ഷിയോദാൻ നാടൻ തോക്കുകളുടെ ഒരു ശേഖരവും സമ്പാദിച്ചു. ആ നാടൻ തോക്കുകളുടെയും സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി ഷിയോദാൻ പല സ്ഥലത്തും രാത്രിയിൽ കടന്നു ചെല്ലുകയും അത്യാവശ്യം വലിയ കൊള്ളകൾ നടത്തുകയും ചെയ്യും. പോലീസ് ആ ഗ്യാങ്ങിനെ തേടി വരുമ്പോഴേക്കും അവർ അടുത്ത ജില്ലകളിലേക്ക് കടക്കും. ഷാജഹാൻപൂറും ഇറ്റാവൊക്കെ സമീപ ജില്ലകളാണ്. ഷിയോദന്റെ ഗ്യാങ്ങിന്റെ പ്രവർത്തനം വിപുലീകരിക്കപ്പെട്ടപ്പോൾ അവന്റെ കയ്യിലേക്ക് ഒത്തിരി പണം വന്നു. ആ പണം ഉപയോഗിച്ച് അവൻ ഒരു സ്റ്റെൻ ഗണ്ണും ഒരു റിവോൾവറും സ്വന്തമാക്കി. ഷിയോദാന്റെ ശരീരത്തിന്റെ ഭാഗമായി അന്ന് മുതൽ ആ സ്റ്റെൻ ഗണ്ണും അതുപോലെ ആ റിവോൾവറും മാറുകയാണ്. ഷിയോദാനും ഗ്യാങ്ങും ഓരോ ക്രൈം നടത്തി കഴിയുമ്പോഴും ആ ക്രൈം നൽകുന്ന ഒരു ഊർജം ഷിയോദാനെ അടുത്ത ക്രൈമിലേക്ക് കൊണ്ടുവരികയാണ്. കുറ്റകൃത്യങ്ങൾ ഷിയോദാനെ ശരിക്കും ത്രില്ലടിപ്പിച്ചു തുടങ്ങുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഷിയോദാനും ഗ്യാങ്ങും ഒരു ഗ്രാമത്തിലെത്തി. കുറച്ച് വീടുകളുള്ള ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലേക്ക് ഷിയോദന്റെ ഗ്രൂപ്പ് എത്തിയപ്പോൾ ആ ഗ്യാങ്ങിലെ ഒരാൾ ഒരു ഡോലക്കുമായിട്ട് ഒരു വീടിന്റെ മുകളിലേക്ക് കയറി. വീടിന്റെ മുകളിലേക്ക് കയറി അയാൾ ആ ഡോലക്കിൽ പതുക്കെ അടിച്ചു തുടങ്ങി. ശബ്ദം കേട്ട് വീടുകളിൽ നിന്ന് ആളുകളൊക്കെ പുറത്തിറങ്ങുമ്പോൾ അവൻ ഉറക്കെ പാടുകയാണ്. ശരിക്കും പ്രസിദ്ധമായ ഒരു ഹിന്ദി ഗാനമാണ് അയാൾ നിന്ന് പാടുന്നത്. ഒരു വീടിന്റെ മുകളിൽ കയറി നിന്ന് ഒരു കൊള്ളക്കാരൻ അങ്ങനെ പാട്ട് പാടുമ്പോൾ ആ ഗ്യാങ്ങിലെ മറ്റാളുകൾ ഓരോ വീടുകളിലേക്ക് കയറുകയാണ്. വീടുകളിൽ നിന്ന് എടുക്കാൻ കഴിയുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ആ കൊള്ളക്കാർ എടുത്തു തുടങ്ങി. ഏതെങ്കിലും വീട്ടിലെ ചെറുപ്പക്കാർ ഈ കൊള്ളക്കാരെ ചെയ്ത് ചോദ്യം ചെയ്താൽ ആ ചെറുപ്പക്കാരെ ഷിയോദന്റെ മുന്നിലേക്ക് ആ ഗ്യാങ്ങിലെ ആളുകൾ പിടിച്ചുകൊണ്ടുവരും. ഷിയോദന്റെ മുന്നിൽ അവരെ കൊണ്ടുവന്നു കഴിയുമ്പോൾ ഷിയോദൻ അയാളുടെ കയ്യിലിരിക്കുന്ന തോക്കിന്റെ പാത്തി കൊണ്ട് ആ ചെറുപ്പക്കാരുടെ മൂട് നോക്കി അടിക്കും. അടികൊണ്ട് അവർ താഴെ വീഴുമ്പോൾ ഷിയോദൻ ആ തോക്കിന്റെ പാത്തി ഉപയോഗിച്ച് അവരെ മൂട്ടിങ്ങനെ ഇടിച്ചുകൊണ്ടേയിരിക്കും. ആ ചെറുപ്പക്കാർ ഏതാണ്ട് നിശ്ചലരാകുമ്പോൾ ഷിയോദൻ അയാളുടെ ഗ്യാങ്ങിലെ അംഗങ്ങൾക്ക് ഓർഡർ കൊടുക്കും. അടിയേറ്റ് വീണ് കിടക്കുന്ന ആ ചെറുപ്പക്കാരെ തീർത്ത് കളയാനുള്ള ഓർഡറാണ് ഷിയോദൻ ഗ്യാങ്ങിന് കൊടുക്കുന്നത്. ഷിയോദന്റെ ഓർഡർ കിട്ടുന്ന ആ നിമിഷത്തിൽ ഗ്യാങ് അംഗങ്ങൾ ആ വീണ് കിടക്കുന്ന ചെറുപ്പക്കാരുടെ നേരെ നിറയൊഴിക്കും. ഈ കാഴ്ച ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും കണ്ടുകൊണ്ട് നിൽക്കുകയായിരിക്കും. സ്വാഭാവികമായിട്ടും സകലരും ഭയം കൊണ്ട് വിറച്ചു തുടങ്ങി. കൊല്ലപ്പെട്ട 2 ചെറുപ്പക്കാരുടെ ഭാര്യമാരെ ഷിയോദൻ തുടർന്ന് ആ ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് വരുത്തി. 2 ചെറുപ്പക്കാർ അടിയേറ്റും വെടിയേറ്റും അവിടെ മരിച്ചു കിടക്കുകയാണ്. അവരുടെ അടുത്തേക്കാണ് ആ സ്ത്രീകളെ എത്തിച്ചത്. മരിച്ചു കിടക്കുന്ന ഭർത്താക്കന്മാരുടെ അടുത്ത് ആ സ്ത്രീകൾ എത്തിയപ്പോൾ അവരോട് ഷിയോദൻ പറഞ്ഞത് ഒരു സിമ്പിൾ കാര്യമാണ്. മുകളിൽ നിൽക്കുന്ന ആ പാട്ട് പാടുന്ന ആള് പാടുന്ന അനുസരിച്ച് ആ സ്ത്രീകൾ ഡാൻസ് കളിക്കണം. മരിച്ചു കിടക്കുന്ന ആ ഡെഡ് ബോഡിക്ക് മുന്നിലായിട്ടാണ് അവർ ഡാൻസ് കളിക്കേണ്ടത്. മുഴുവൻ ഗ്രാമീണരും നോക്കി നിൽക്കേ ആ പാട്ട് പാടുന്ന ആള് പാടാൻ ആരംഭിച്ചു. തോക്ക് ചൂണ്ടി നിൽക്കുന്ന ആ ഗാങ് മെമ്പേഴ്സിന്റെ തോക്കിൽ മുന്നിൽ നിന്നുകൊണ്ട് ആ പാവപ്പെട്ട യുവതികൾ അവസാനം ഡാൻസ് ചെയ്യാൻ ആരംഭിച്ചു. അതും മരിച്ചു കിടക്കുന്ന സ്വന്തം ഭർത്താക്കന്മാരുടെ ബോഡിക്ക് മുന്നിൽ. ഈ സംഭവം പെട്ടെന്ന് തന്നെ സകല സ്ഥലത്തും അറിഞ്ഞു. സമീപത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലും SP ഓഫീസിലും വിവരമെത്തി. SP അജയരാജ് ശർമ്മയും കഥയറിഞ്ഞു. SP അജയരാജ് ശർമ്മ മാത്രമല്ല, സമീപത്തുള്ള ജില്ലകളിലെ SP-മാരും ഒക്കെ വിവരം അറിയുകയാണ്. സകലരും വല്ലാതെ ടെൻഷനാണ്. ഷിയോദൻ കാച്ചിയെ ഈ ശൈലിയിൽ നിലനിൽക്കാൻ അനുവദിച്ചാൽ അത് ഫറൂഖാബാദിലെ ജീവിതം തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുമെന്ന് സകലർക്കും ഒരേ അഭിപ്രായമാണ്. ഫറൂഖാബാദിലെ SP അജയരാജ് ശർമ്മയും സമീപത്തെ ജില്ലകളിലെ SP-മാരും ഒക്കെ ഷിയോദൻ കാച്ചിയെ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മറ്റൊരു സംഭവം കൂടെ ഉണ്ടായി. ഒരു ബസ്സിലാണ് ആ സംഭവം ഉണ്ടാകുന്നത്.
ഫത്തേഹർ ടൗണിലേക്ക് വരികയായിരുന്ന ഒരു ബസ് ഷിയോദൻ കാച്ചിയും ടീമും തടഞ്ഞു നിർത്തി. അനവധി ആളുകൾ നോക്കി നിൽക്കെ ഷിയോദൻ കാച്ചിയുടെ ഗ്യാങ് മെമ്പേഴ്സ് ആ ബസ്സിലേക്ക് കയറി രണ്ടാളുകളെ പിടിച്ച് പുറത്തിറക്കി. രണ്ടുപേരും പോലീസുകാരാണ്. ആ പോലീസുകാരെ ജനം മുഴുവൻ നോക്കി നിൽക്കെ അടുത്തുള്ള ഒരു മരത്തിൽ കെട്ടിയിട്ടു. സകലരും നോക്കി നിൽക്കുമ്പോ ഷിയോദൻ കാച്ചി മുന്നോട്ട് വന്ന് ആ രണ്ട് പോലീസുകാരെയും പരസ്യമായി ആ പകല് വെടിവെച്ചു കൊന്നു. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ആ ഇൻസിഡന്റ് പത്രങ്ങൾ അതീവ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത്. പോലീസുകാരെ സകല ആളുകളും നോക്കി നിൽക്കെ കൊലപ്പെടുത്താൻ ഒരു മടിയുമില്ലാത്ത ഷിയോദൻ കാച്ചി സ്വാഭാവികമായും പ്രതികരണം ഉണ്ടാക്കുകയാണ്. രണ്ട് രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടാക്കുന്നത്. പോലീസ് സേനയിൽ ശരിക്കും അമർഷം പുകയുമ്പോൾ മറ്റ് ഗ്യാങ്ങുകളിലെ ചെറുപ്പക്കാർ ഷിയോദൻ കാച്ചിയുടെ ഗ്യാങ് ലക്ഷ്യമാക്കി വരികയാണ്. അവരൊക്കെ ഷിയോദൻ കാച്ചിയെ നേതാവായി മനസ്സുകൊണ്ട് അംഗീകരിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഷിയോദൻ കാച്ചിയുടെ ഗ്യാങ്ങിന്റെ വലിപ്പം അങ്ങ് വർദ്ധിച്ചു. ഗ്യാങ്ങിന്റെ വലിപ്പം വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ ആളുകളുടെ എണ്ണം കൂടുന്നു, ആയുധങ്ങളുടെ എണ്ണം കൂടുന്നു. സ്വാഭാവികമായിട്ടും അവർ ആക്രമിക്കുന്ന ലക്ഷ്യമിടുന്ന സ്ഥലങ്ങളും വർദ്ധിക്കുകയാണ്. കൂടുതൽ അക്രമ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തുടങ്ങി. ഈ സമയത്താണ് അലിഗഡിൽ നിന്നുള്ള കോൺഗ്രസ് MLA വരുന്ന വഴിക്ക് റോഡിൽ വെച്ച് ഷിയോദൻ കാച്ചിയുമായി കൂട്ടിമുട്ടുന്നത്. ഷിയോദൻ കാച്ചി അലിഗഡ് MLAയുടെ വാഹനം തടഞ്ഞു നിർത്തിയിട്ട് അയാളെ ഒന്ന് ഭീഷണിപ്പെടുത്തി. ഷിയോദൻ കാച്ചി അലിഗഡ് MLAയെ ഭീഷണിപ്പെടുത്തിയത് സിമ്പിൾ കാര്യം പറഞ്ഞാണ്. മേലാൽ ആ ഭാഗത്തേക്ക് എങ്ങനെ വന്നാൽ കൊന്നുകളയും എന്നാണ് ഷിയോദൻ കാച്ചിയുടെ ഭീഷണി. ഈ സംഭവം സ്വാഭാവികമായി സ്റ്റേറ്റ് ഗവൺമെന്റ് വളരെ സീരിയസ് ആയി എടുത്തു. സംസ്ഥാന നിയമസഭയിലെ ഒരു അംഗത്തിന് പോലും റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത ശൈലിയിൽ ഷിയോദൻ കാച്ചി ഭീഷണിയായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം സർക്കാരിന് കണ്ടു നിൽക്കാൻ പറ്റില്ലല്ലോ. ഗവൺമെന്റ് ഉടൻ തന്നെ ഫറൂഖാബാദിലെ SP അജയരാജ് ശർമ്മയ്ക്ക് ഒരു അൾട്ടിമേറ്റം കൊടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഷിയോദൻ കാച്ചിയെ അവസാനിപ്പിക്കണം. ആ നിർദ്ദേശമാണ് DGP അജയരാജ് ശർമ്മയ്ക്ക് കൊടുത്തത്. DGPയുടെ നിർദ്ദേശം കിട്ടിയ അജയരാജ് ശർമ്മ ഒരു വലിയ ടീമിനെ സംഘടിപ്പിച്ച് സകല ഗ്രാമങ്ങളിലേക്കും അവരയച്ചു. ഷിയോദൻ കാച്ചിയുമായി ബന്ധമുള്ള ആളുകളുടെ വീടുകൾ തിരഞ്ഞു പിടിച്ച് പോലീസ് അന്വേഷിച്ചു തുടങ്ങുകയാണ്. ഷിയോദൻ കാച്ചി വരാൻ സാധ്യതയുള്ള സകല മേഖലകളും അന്വേഷണത്തിന് വിധേയമാക്കി. സ്വാഭാവികമായിട്ടും അത് ഒരു വലിയ ചലനം ഉണ്ടാക്കി. ഷിയോദൻ കാച്ചിയോട് ബന്ധമുള്ള ആളുകളെയൊക്കെ നിരന്തരമായി ചോദ്യം ചെയ്യുമ്പോൾ ആ വിവരം എങ്ങനെയായാലും ഷിയോദൻ കാച്ചി അറിയുമല്ലോ. ഷിയോദൻ കാച്ചി ആ വിവരം അറിഞ്ഞുവെന്ന് SP അജയരാജ് ശർമ്മയ്ക്ക് മനസ്സിലായി. അത് വളരെ രസകരമായ ഒരു ഇൻസിഡന്റ് വഴിയാണ്. അജയരാജ് ശർമ്മയ്ക്ക് ഒരു എഴുത്ത് ലഭിച്ചു. ഹിന്ദിയിൽ എഴുതിയിരിക്കുന്ന എഴുത്താണ്. അത്ര പഠിപ്പൊന്നും ഇല്ലാത്ത ഒരാൾ എഴുതിയിരിക്കുന്ന എഴുത്താണെന്ന് അത് വായിക്കുന്ന ആർക്ക് മനസ്സിലാവും. ഷിയോദൻ വളരെ സിമ്പിൾ ആയിട്ട് ചില കാര്യങ്ങൾ അജയരാജ് ശർമ്മയെ അറിയിക്കുകയാണ്. അജയരാജ് ശർമ്മ മിടുക്കനാണ്, നല്ല ഉദ്യോഗസ്ഥനാണ്, സത്യസന്ധനാണ്. ഇങ്ങനെയൊക്കെയാണ് അജയരാജ് ശർമ്മയെ കുറിച്ചുള്ള പൊതുവായ വിലയിരുത്തൽ. അത് അങ്ങനെ തന്നെ ഷിയോദൻ കാച്ചി സൂചിപ്പിക്കുകയാണ്. അതിനുശേഷം ഷിയോദൻ കാച്ചി പറഞ്ഞു, സർ, നിങ്ങൾ സത്യസന്ധനും മിടുക്കനുമാണ്. നിങ്ങളുടെ ജീവന് അപകടമുണ്ടാകുന്നത് നല്ലതല്ല. ചിലപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനെ കുറിച്ച് അത്ര വലിയ കരുതൽ ഉണ്ടാകില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ ജീവനെ കുറിച്ച് കരുതൽ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ മക്കൾ ഏത് സ്കൂളിൽ പഠിക്കുന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവർ പഠിക്കുന്ന സ്കൂള്, ക്ലാസ്, അവർ കടന്നു പോകുന്ന വണ്ടിയുടെ നമ്പർ, ഇതെല്ലാം ഷിയോദൻ കാച്ചി ആ കത്തിൽ എഴുതിയിരിക്കുകയാണ്. ഇത്രയും വിവരങ്ങൾ കളക്ട് ചെയ്യാൻ എനിക്ക് പറ്റിയെങ്കിൽ അങ്ങയുടെ മക്കളെ തട്ടിക്കൊണ്ടുപോകാനോ കൊലപ്പെടുത്താനോ എനിക്ക് വളരെ എളുപ്പം പറ്റുമെന്ന് ഞാൻ പറയാതെ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് എനിക്കൊരു ഉപദേശമുണ്ട്. പ്രിയപ്പെട്ട SP, നിങ്ങൾ ഈ ജില്ലയിൽ നിന്ന് മറ്റേതെങ്കിലും ജില്ലയിലേക്ക് സ്ഥലം മാറ്റം വാങ്ങിപ്പോകണം. സ്നേഹപൂർവ്വം, ഷിയോദൻ കാച്ചി. ഒരു കൊള്ളക്കാരൻ വളരെ ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം ആ ജില്ലയിലെ SPക്ക് എഴുതിയിരിക്കുന്ന കത്താണ്. കത്ത് ശരിക്കും സ്നേഹപൂർവ്വമാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അത് വായിക്കുന്ന SPക്ക് കൃത്യമായിട്ട് അറിയാം അതൊരു ഭീഷണി കത്താണ്. ഷിയോദൻ കാച്ചി പറഞ്ഞതുപോലെ SP സ്ഥലം മാറ്റം വാങ്ങിച്ചു അവിടുന്ന് പോയില്ല എങ്കിൽ അയാളുടെ കുടുംബം ടാർഗറ്റ് ചെയ്യപ്പെടും. കത്തിൽ ആ കാര്യം വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിരിക്കുകയാണ്. ഷിയോദൻ കാച്ചിയാണ് ആ കത്ത് എഴുതിയിരിക്കുന്നതെന്ന് ആ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ കത്ത് ശരിക്കും ഷിയോദൻ കാച്ചി എഴുതിയതാണോ അല്ലയോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കത്തിനെ കുറിച്ച് വീട്ടിൽ ഭാര്യയോട് സംസാരിക്കാനും അജയരാജ് ശർമ്മയ്ക്ക് ഒരു മടിയുണ്ട്. അജയരാജ് ശർമ്മ ആ കത്തിന്റെ ആധികാരികതയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാൺപൂർ DIG ചതുർവേദി ഫറൂഖാബാദ് വഴി കടന്നുപോയത്. അദ്ദേഹം അതുവഴി കടന്നുപോയപ്പോ SP അജയരാജ് ശർമ്മയുടെ അടുത്തേക്ക് വന്നു. അജയരാജ് ശർമ്മയോട് ശരിക്കും സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് ചതുർവേദി. DIG ചതുർവേദി SPയുടെ ഓഫീസിൽ വന്നപ്പോ SP അജയരാജ് ശർമ്മ ആ കത്ത് അദ്ദേഹത്തെ കാണിച്ചു. ആ കത്ത് വായിച്ച ചതുർവേദി ആ കാര്യം വ്യക്തമാക്കി. ഇത് ഷിയോദൻ കാച്ചിയുടെ കത്ത് തന്നെയാണ്. കത്തിൽ പറയുന്ന കാര്യത്തെ മുഖവിലയ്ക്ക് എടുക്കണമെന്നും DIG ചതുർവേദി
SP പറഞ്ഞു. മുഖവിലേക്ക് എടുക്കാന്ന് പറയുമ്പോൾ സ്ഥലം മാറ്റം വാങ്ങി പോവുക എന്നല്ല DG ഉദ്ദേശിച്ചത്. DG ചതുർവേദി SP അജയരാജ് ശർമ്മയോട് പറഞ്ഞു, വളരെ ശക്തമായ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഒരുക്കണം. അങ്ങനെ പറഞ്ഞതിന് ശേഷം DG തന്നെ SP അജയരാജ് ശർമ്മയുടെ ഭാര്യയോട് കാര്യം പറഞ്ഞു. സെക്യൂരിറ്റി ഗാർഡുകളുടെ സംരക്ഷണയിലല്ലാതെ ഒരു കാരണവശാലും SP ഭാര്യയോ കുട്ടികളോ വീട് വിട്ട് പുറത്തു പോകാൻ പാടില്ല എന്നുള്ള കാര്യം DG അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം SP ഭാര്യയെ ബോധ്യപ്പെടുത്തി. ഭാര്യയോട് ഈ കാര്യം എങ്ങനെ പറയണമെന്നറിയാതെ വിഷമിച്ചു നിന്ന അജയന് അതൊരു വലിയ കാര്യമായി. കുടുംബത്തിന് ആവശ്യമായ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞതും അജയരാജ് ശർമ്മ ഷിയോധനെ വേട്ടയാടാനുള്ള നടപടിയിലേക്ക് കടന്നു. ഷിയോധനെ വേട്ടയാടുക എന്ന് പറയുമ്പോൾ പ്രശ്നം അയാൾ എവിടെയുണ്ടെന്ന് അറിയാൻ കഴിയാത്തതാണ്. അയാളും അയാളുടെ ഗ്യാങ്ങും ഇരുട്ടിന്റെ മറപറ്റിക്കൊണ്ടാണ് എപ്പോഴും ഗ്രാമത്തിലേക്ക് കടന്നു വരുന്നതും ഗ്രാമീണരെ ആക്രമിക്കുന്നതും കൊള്ള നടത്തുന്നതും. അവർ എവിടെ എപ്പോ വരുമെന്ന് ആർക്ക് പറയാൻ പറ്റില്ല. അയാളുമായി ബന്ധമുള്ള ആളുകൾ ഒരു ചെറിയ ഗ്യാങ്ങാണ്. ആ ഗ്യാങ്ങിൽ നിന്ന് ഇൻഫർമേഷൻ പുറത്തേക്ക് പോകത്തില്ല. ഇൻഫർമേഷൻ വേണമെങ്കിൽ ആ ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട ആരെങ്കിലും പിടികൂടിയാലേ പറ്റൂ. ഷിയോധന്റെ ഗ്യാങ്ങിലെ ആരെങ്കിലും ഒരാൾ ഷിയോധനെ ഒറ്റുകൊടുക്കണം. എങ്കിൽ മാത്രമേ പോലീസ് വിചാരിക്കുന്ന കാര്യം നടക്കത്തുള്ളൂ. ഷിയോധനെ അവസാനിപ്പിക്കണമെങ്കിൽ ഒരു ഒറ്റുകാരനെ കണ്ടുപിടിക്കണം. ആരാണ് പറ്റിയ ഒറ്റുകാരൻ? ഷിയോധന്റെ ഗ്യാങ്ങിലെ ആളുകളെ കുറിച്ച് ഏകദേശ ധാരണ പോലീസിനുണ്ട്. പോലീസ് ആ ഗ്യാങ് മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് അജയരാജ് ശർമ്മയുടെ മുന്നിൽ വെച്ചപ്പോ നിരന്തരമായ ചർച്ചയ്ക്കൊടുവിൽ അവർ ഒരു പേരിലെത്തി. ആ പേര് ബാബു എന്നാണ്. ഷിയോധൻ കാച്ചിയുടെ ഗ്രൂപ്പിലെ ശക്തനായ ഒരു ഗാങ്സ്റ്ററാണ് ഈ ബാബു. ബാബുവിനെ ടാർഗറ്റ് ചെയ്യാൻ ഒരു കാര്യമുണ്ട്. ബാബുവിന്റെ സഹോദരൻ ഒരു കൊലക്കേസിൽ ഇപ്പോ അകത്താണ്, വിചാരണ കാത്തു കഴിയുകയാണ്. കുറെ വർഷങ്ങളായിട്ട് ബാബു അവന് വീട്ടിലേക്ക് ചെല്ലുന്നത് പോലുമില്ല. ബാബുവിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ബാബുവിന്റെ ചേട്ടനാണ്. ആ ചേട്ടനാണ് ഇപ്പോ ജയിലിലായിരിക്കുന്നത്. ബാബുവിന് ആ വീടിന് സമയത്തേക്ക് പോകാനും പറ്റില്ല. ആൺമക്കൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും ആ വീട്ടിലെ അവസ്ഥ ശരിക്കും ബുദ്ധിമുട്ടിലാണ്. ബാബുവിന് ആ കാര്യം അറിയാം. ബാബുവിന്റെ വീട്ടുകാരുടെ നിസ്സഹായ അവസ്ഥ മുതലെടുത്തുകൊണ്ട് ബാബുവിനെ ഒരു ഒറ്റുകാരനാക്കുക, അങ്ങനെ ഒരു പ്ലാനാണ് അജയരാജ് ശർമ്മ ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ ബാബുവിനെ എങ്ങനെ കിട്ടും? ബാബുവുമായി ആർക്കാ കോണ്ടാക്ട് ഉള്ളത്? അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് ബാബു ഒരു കൊള്ളക്കാരനാകുന്നതിന് മുമ്പ് ഒരു ബസ് കണ്ടക്ടർ ആയിരുന്നു എന്നുള്ള വിവരം പോലീസ് ഉദ്യോഗസ്ഥർ അജയരാജ് ശർമ്മയെ അറിയിക്കുന്നത്. കയ്യംഗഞ്ചിൽ തന്നെയുള്ള ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയുണ്ട്. ആ ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ഉടമ ഒരു മിയാനാണ്. മിയാന്റെ ആ ട്രാൻസ്പോർട്ട് കമ്പനിയിലാണ് കണ്ടക്ടറായിട്ട് ഈ ബാബു വർക്ക് ചെയ്തിരുന്നത്. മിയാൻ ഒരു പത്താനാണ്. മിയാന്റെ പൂർവികർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് UP ആ ഫറൂഖാബാദിലെ കൈംഗച്ച് മേഖലയിൽ കുടിയേറിയവരാണ്. തലമുറകളായി അവരോട് താമസിക്കുകയാണ്. ശരിക്കും ഒരു നല്ല വ്യക്തിയാണ് ഈ മിയാൻ. മിയാനും മിയാന്റെ പൂർവികരും നടത്തിയ കഠിന അധ്വാനത്തിന്റെ ഫലമായി അത്യാവശ്യം കുറച്ച് സമ്പത്ത് ഉണ്ടാക്കാൻ മിയാന് പറ്റിയിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഒരു ട്രാൻസ്പോർട്ട് കമ്പനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. കുറച്ച് വാഹനങ്ങളൊക്കെ ആ ട്രാൻസ്പോർട്ട് കമ്പനിയിലുണ്ട്. ശരിക്കും നന്നായി ബിസിനസ് ചെയ്ത മിയാൻ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ച് നല്ല ബിൽഡിംഗ് ഒക്കെ വെച്ച് ആളുകളെയൊക്കെ സഹായിക്കുന്ന ഒരു നല്ല മനുഷ്യൻ എന്ന ഇമേജ് കൈംഗഞ്ചിൽ നേടിയിട്ടുണ്ട്. മിയാന്റെ വർക്കറായിരുന്ന ബാബുവിന്റെ ജ്യേഷ്ഠൻ പോലീസ് കേസിൽ ജയിലിലായപ്പോൾ അയാളെ സഹായിക്കാൻ കൂടെ നിന്നതും മിയാനാണ്. അയാൾക്ക് വക്കീലിന് വെച്ചു കൊടുക്കാനും അത്യാവശ്യം പണം കൊടുക്കാനൊക്കെ മിയാൻ തയ്യാറായിരുന്നു. മിയാനോട് അതുകൊണ്ട് തന്നെ ബാബുവിന് ഒരു കടപ്പാടുണ്ട്. മിയാൻ വഴി ബാബുവിനെ കുരുക്കുക, അങ്ങനെ ഒരു ടാർഗറ്റാണ് ഇപ്പൊ പോലീസ് ഇടുന്നത്. പക്ഷെ മിയാൻ എങ്ങനെ പിടിക്കും? അതാണല്ലോ കാതലായ ചോദ്യം. പോലീസ് പറയുന്ന അനുസരിച്ച് ഷിയോധൻ കാച്ചിയുടെ ഗ്യാങ്ങിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയായ ബാബു ഷിയോധനെ ഒറ്റുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കേസല്ല. ബാബുവിനെ കൊണ്ട് അത് സമ്മതിപ്പിക്കാൻ മിയാൻ റെഡിയാകണമെങ്കിൽ മിയാൻ ആദ്യം പോലീസുമായി അടുപ്പമുണ്ടാകണ്ടേ. അതിന് എന്താണ് മാർഗം? പോലീസ് ഉദ്യോഗസ്ഥർ അതിനെക്കുറിച്ച് കാര്യമായി ആലോചിച്ചു തുടങ്ങി. അതിനുള്ള മാർഗം ആലോചിച്ചു തുടങ്ങിയ അജയരാജ് ശർമ്മയോട് പോലീസുകാർ മിയാന്റെ മകനെ കുറിച്ച് സൂചിപ്പിച്ചു. മിയാന്റെ വീക്ക്നെസ് അയാളുടെ മകൻ മിറാജാണ്. മിറാജ് ആളൊരു സംഭവമാണ്. അവന് ബൈക്ക് റേസിൽ ശരിക്കും കമ്പമാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത ബൈക്കിൽ നഗരം മുഴുവൻ അടിച്ചു പറത്തി പോവുക അവന്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. അനുവദനീയമായ സ്പീഡ് ലിമിറ്റിനേക്കാൾ വേഗത്തിലാവുമല്ലോ സ്വാഭാവികമായിട്ടും ബൈക്ക് പിള്ളേർ ഓടിക്കുക. ആ പഴുത് എങ്ങനെ ഉപയോഗിക്കാം? റോഡിലൂടെ ബൈക്ക് പറത്തി പോകുന്ന മിറാജ് ഒരു ലക്ഷ്യമായി പോലീസിന് മാറുകയാണ്. മിറാജ് വഴി മിയാനിലേക്കും മിയാനിൽ നിന്ന് ബാബുവിലേക്കും ബാബുവിൽ നിന്ന് ഷിയോധൻ കാച്ചിയിലേക്കും അങ്ങനെ ഒരു റൂട്ടാണ് ഇപ്പൊ പോലീസ് ഡിസൈൻ ചെയ്തത്.
ആ റൂട്ടിലെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് സാക്ഷാൽ മിറാജാണ്. പോലീസ് കാത്തിരുന്ന ആ ദിവസമെത്തി. മിറാജ് അവന്റെ ബൈക്കിൽ അവധി ദിവസമായപ്പോ റോഡിലോട്ട് ഇറങ്ങി. അവന്റെ ബൈക്ക് അഭ്യാസം കാണാൻ സാധാരണ അവന്റെ കൂട്ടുകാരൊക്കെ എത്തും. അവന്റെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ ആണ് പെണ്ണുമൊക്കെ ഉണ്ട്. അവരുടെ മുന്നിലൂടെ അതിവേഗം മിറാജ് വാഹനം ഓടിച്ചു പോയതും അപ്രതീക്ഷിതമായി പോലീസ് അവന്റെ മുന്നിലേക്ക് വന്നു. മിയാൻ കരീംഗഞ്ചിലെ അറിയപ്പെടുന്ന ഒരു പണക്കാരനാണ്. അയാളുടെ മകനാണ് മിറാജ്. മിറാജിന്റെ ആ ആക്ടിവിറ്റി സാധാരണഗതിയിൽ പോലീസ് തടുക്കാറേയില്ല. പക്ഷെ അന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മിറാജിനെ വഴിക്കിട്ട് പിടിച്ചു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ പേര് ഹിമ്മത് സിംഗ് എന്നാണ്. ശരിക്കും ഒരു സിഖുകാരൻ, ശരിക്കും ഒരു അസാമാന്യ പ്രതിഭാശാലിയാണ് ഈ ഹിമ്മത് സിംഗ്. ഹിമ്മത് സിംഗ് അജയരാജ് ശർമ്മ പറഞ്ഞനുസരിച്ച് മിറാജിനെ റോഡിൽ നിന്ന് പോക്കി. മിറാജിനെയും ബൈക്കിനെയും പോലീസ് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. വിവരം അറിഞ്ഞ് മിയാൻ സ്ഥലത്തെത്തി. ഹിമ്മത് സിംഗ് ആളുകൾ മുഴുവൻ നോക്കി നിൽക്കെ മിറാജിനെ ഷർട്ടിന്റെ കോളർ പിടിച്ച് വലിച്ചിഴച്ചാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. ഈ വിവരം അറിഞ്ഞിട്ടാണ് മിയാൻ സ്റ്റേഷൻ മുന്നിലേക്ക് ഓടിയെത്തിയത്. മിയാൻ ഒരു പത്താനാണ്. അയാളുടെ ആത്മാഭിമാനത്തെയാണ് ഇപ്പൊ ഇതാ പോലീസ് ചോദിച്ചിരിക്കുന്നത്. അയാൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട അയാളുടെ മകൻ മിറാജിനെ ആളുകൾ മുഴുവൻ കണ്ടു നിൽക്കെ ഒരു പോലീസുകാരൻ കോളർ പിടിച്ച് വലിച്ചിഴക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ അനുവദിക്കാനാവും? ദേഷ്യത്തോടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന മിയാൻ അയാളുടെ മകൻ മിറാജിനെ ഉടൻ വിടണമെന്ന് ഇൻസ്പെക്ടർ ഹിമ്മത് സിംഗിനോട് ആവശ്യപ്പെട്ടു. മിയാന്റെ ആവശ്യത്തോട് അനുകൂലമായിട്ടല്ല ഹിമ്മത് സിംഗ് പെരുമാറിയത്. ഹിമ്മത് സിംഗ് മിയാനോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ ചെയ്തത് കുറ്റകൃത്യമാണ്. അവൻ ആ ശൈലി വണ്ടി ഓടിച്ച് ആരെങ്കിലും അപകടത്തിൽപ്പെട്ടാലോ? അവനെ അതുകൊണ്ടൊരു പാഠം പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അത് ജയിലിലേക്ക് അയക്കാം. ശരിക്കും ശക്തമായ ഒരു സ്റ്റാൻഡാണ് ഹിമ്മത് സിംഗ് എടുത്തത്. ഹിമ്മത് സിംഗ് മോനെ വിടില്ല എന്ന് മനസ്സിലാക്കിയ മിയാൻ ഹിമ്മത് സിംഗും ആളുകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കെ ഒരു വെല്ലുവിളി നടത്തി. മിസ്റ്റർ ഹിമ്മത്, നീ അധിക നാൾ ഇവിടെ ഇരിക്കത്തില്ല. പറയുന്നത് ഞാനാണ് മിയാൻ. ഞാൻ പറയുന്ന പോലെ നടക്കും. നിന്നെ ഞാൻ ഇവിടുന്ന് സ്ഥലം മാറ്റും. വളരെ വ്യക്തമായൊരു ഭീഷണിയാണ് മിയാൻ ഇൻസ്പെക്ടർ ഹിമ്മത്തിന് മുന്നിൽ നടത്തിയത്. ഹിമ്മത് സിംഗിനെ ആ കരീംഗഞ്ച് സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറ്റുമെന്ന് മിയാൻ അനൗൺസ് ചെയ്യുന്നത് ജനം മുഴുവൻ കേട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ്. ഞാൻ ഇപ്പൊ തന്നെ SP കാണും. SP കണ്ട് ഞാൻ ഈ കാര്യം പറയും. അജയരാജ ശർമ്മ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഇതാ മിയാൻ അജയരാജ് ശർമ്മയെ കാണാൻ വരികയാണ്. മിയാൻ ശരിക്കും ദേഷ്യത്തോടു കൂടിയാണ് SP അജയരാജ് ശർമ്മയുടെ ഓഫീസിലെത്തിയത്. ശരിക്കും ദേഷ്യത്തോടു കൂടി അജയരാജ് ശർമ്മയുടെ ഓഫീസിലെത്തിയ മിയാൻ അജയരാജ് ശർമ്മയോട് ഹിമ്മത് സിംഗിനെ കുറിച്ചുള്ള പരാതികൾ പറഞ്ഞു. ഹിമ്മത് സിംഗിനെ കുറിച്ചുള്ള പരാതിയും സംഭവത്തെ കുറിച്ചുള്ള കാര്യമൊക്കെ മിയാൻ പറഞ്ഞത് കേട്ടതും അജയരാജ് ശർമ്മ മിയാനോട് ക്ഷമ ചോദിച്ചു. ക്ഷമിക്കണം മിസ്റ്റർ മിയാൻ, എന്റെ സബോർഡിനേറ്റ്സ് ആരെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് മിയാനോട് ക്ഷമ ചോദിച്ചപ്പോൾ മിയാൻ ഒന്ന് പതറി. മിയാനെ ഒന്നുകൂടി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അജയ് പറഞ്ഞു, ഞങ്ങൾ എന്തായാലും ഡിപ്പാർട്ട്മെന്റ് തല ഒരു അന്വേഷണം നടത്തും. ഹിമ്മത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഹിമ്മത്തിനെ ഇവിടുന്ന് സ്ഥലം മാറ്റും. ആളുകളൊക്കെ കേട്ട് നിൽക്കേ ഒരു വെല്ലുവിളി മിയാൻ നടത്തി എന്നുള്ള സത്യമാണ്. ഹിമ്മത് സിംഗിനെ സ്ഥലം മാറ്റി കളയുന്നൊക്കെ അയാൾ വെല്ലുവിളിച്ചതാണ്. പക്ഷെ അത് ആ സമയത്ത് ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാണ്. അതൊന്നും നടക്കുമെന്ന് മിയാൻ കരുതിയതല്ല. പക്ഷെ ഇപ്പൊ SP അടുത്ത് വന്നപ്പോ ഇപ്പൊ SP പറയുന്നു, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. അന്വേഷണത്തിൽ ഹിമ്മത് സിംഗ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ഉറപ്പായും ഹിമ്മത് സിംഗിനെ സ്ഥലം മാറ്റുമെന്നു. അത് കേട്ടപ്പോ അതുവരെ ദേഷ്യത്തോടെ ഇരുന്ന മിയാന്റെ ദേഷ്യം അരിഞ്ഞു തിരികുകയാണ്. അയാൾ സന്തോഷത്തോടു കൂടിയാണ് SP ഓഫീസിൽ നിന്ന് അയാളുടെ വീട്ടിലേക്ക് മടങ്ങിയത്. ഹിമ്മത് സിംഗിനെതിരെ പോലീസ് നടപടി എടുത്താലും ഇല്ലെങ്കിലും SP അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞതിൽ അയാൾക്ക് ശരിക്കും സന്തോഷമുണ്ടായി. നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഹിമ്മത് സിംഗിനെതിരെ അജയരാജ് ശർമ്മയുടെ ഓഫീസ് ഒരു അന്വേഷണം നടത്തി. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഹിമ്മത് സിംഗിനെ കരീംഗഞ്ചിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റി. ഈ വാർത്ത മിയാൻ അറിഞ്ഞു. ആ വാർത്ത മിയാൻ ശരിക്കും ഞെട്ടിക്കുകയായിരുന്നു. അയാൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല SP പറഞ്ഞതുപോലെ ചെയ്യുമെന്ന്. ഹിമ്മത് സിംഗിനെതിരെ അന്വേഷണം നടത്തിയത് മാത്രമല്ല, അന്വേഷണ വിധേയമായി ഹിമ്മത് സിംഗിനെ ഇതാ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. സന്തോഷം കൊണ്ട് മതിമറന്നുപോയ മിയാൻ ആ നിമിഷം തന്നെ കുറച്ച് സീറ്റ്സുമായി SP ഓഫീസിലേക്ക് ഓടിയെത്തി. SP അടുത്തേക്ക് ഓടിയെത്തിയ മിയാൻ SP പറഞ്ഞു, സാർ, ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങ് എന്റെ അഭിമാനം കാത്തുരക്ഷിച്ചു. ഞാനൊരു പത്താനാണ്. ഞാൻ അങ്ങയ്ക്ക് വാക്ക് നൽകുന്നു. അങ്ങയ്ക്ക് ആവശ്യമുള്ള എന്തും എന്നോട് ചോദിക്കാം. ഞാൻ എന്റെ ജീവൻ കളഞ്ഞും അങ്ങയുടെ ഒപ്പം നിൽക്കും. പത്താൻകാരി ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ ഉറച്ചു നിൽക്കും. അത് അജയന് അറിയാം. അജയ് മിയാനോട് പറഞ്ഞു, ഹേയ് സാരമില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞതിന് ശേഷം അജയ് മിയാനെ യാത്രയാക്കി. ധൃതി പിടിച്ച് മിയാനോട് ബാബുവിനെ കുറിച്ച് സൂചിപ്പിക്കേണ്ട എന്ന് അജയ് തീരുമാനിച്ചതാണ്. ഈ സംഭവം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായി. ഷിയോദൻ കാച്ചിയുമായി ഉടക്കിലായിരുന്ന അലിഗഞ്ചിലെ MLA ലത്തൂരി സിംഗ് വഴിക്ക് വെച്ച് ഷിയോദൻ കാച്ചിയുമായി ഒന്ന് കണ്ടുമുട്ടി. അവർ തമ്മിൽ ശരിക്കൊരു ഉരസലുള്ള സമയമാണ്. ലത്തൂരി സിംഗിനെ കണ്ടതും വാഹനം നിർത്തിയ ഷിയോദൻ കാച്ചി അയാളെ ഭീഷണിപ്പെടുത്തി. ഷിയോദൻ കാച്ചി
ലത്തൂരി സിംഗിനെ വെല്ലുവിളിച്ചുകൊണ്ട് ലത്തൂരി സിംഗിനോട് പറഞ്ഞു, ഇനി നീ ഈ വഴിക്ക് എങ്ങനെ വന്നാൽ നിന്നെ ഞാൻ കൊല്ലും. തോക്ക് ചൂണ്ടിപ്പിടിച്ചുകൊണ്ടാണ് ഷിയോദൻ കാച്ചി അങ്ങനെ പറഞ്ഞത്. ലത്തൂരി സിംഗിന്റെ ബോഡി ഗാർഡുകൾ ഗണ്ണുമായി അയാൾക്കൊപ്പം വാഹനത്തിൽ ഉള്ളപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഷിയോദൻ സിംഗിന്റെ വാഹനം കടന്നു പോയതും ലത്തൂരി സിംഗ് അലിഗഡിന്ന് നേരെ ലക്നൌക്ക് തിരിച്ചു. അയാൾ നേരെ എത്തിയത് സാക്ഷാൽ ഗവർണറുടെ അടുത്താണ്. ആ സമയത്ത് യു പിയിൽ ഗവർണർ ഭരണമാണ്. ബാബറി മസ്ജിദ് പൊളിച്ചതിന്റെ ഭാഗമായിട്ട് കല്യാൺ സിംഗിനെ പിരിച്ചുവിട്ട് കേന്ദ്ര സർക്കാർ ഗവർണർ ഭരണം അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന സമയത്താണ് ഈ കഥ നടക്കുന്നത്. ഗവർണറുടെ അടുത്തെത്തിയ ലല്ലൂരി സിംഗ് തനിക്കുണ്ടായ അനുഭവം ഗവർണറെ ധരിപ്പിച്ചു. ഒരു MLA റോഡിലൂടെ യാത്ര ചെയ്യാൻ അനുവദിക്കാത്ത ശൈലിയിൽ ക്രമസമാധാനം തകർന്ന വിവരമറിഞ്ഞ ഗവർണർ ഉടനെ DGP അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. DGPയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച ഗവർണർ എത്രയും പെട്ടെന്ന് ഷിയോദൻ കാച്ചിയുടെ ഭീഷണി ഇല്ലാതാക്കാനാണ് DGPയോട് ആവശ്യപ്പെട്ടത്. സ്റ്റേറ്റിന്റെ ക്രമസമാധാന ചുമതല സ്വാഭാവികമായും DGPയുമായി ബന്ധപ്പെട്ട പോലീസ് സേനയ്ക്കാണല്ലോ. പോലീസിനെ കൊണ്ട് ഈ കാര്യം നടന്നില്ലെങ്കിൽ പട്ടാളത്തെ ഇറക്കാൻ താൻ മടിക്കില്ലെന്ന് കൂടി ഗവർണർ DGPയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. സ്വാഭാവികമായും അതിന് ഫലമുണ്ടായി. ഷിയോദൻ കാച്ചിയുമായി ബന്ധമുള്ള സകല ജില്ലകളിലെയും SP-മാരുടെ മീറ്റിംഗ് ഉടൻ തന്നെ DGP അദ്ദേഹത്തിന്റെ ഓഫീസിൽ വിളിപ്പിച്ചു. എന്താണ് അവർക്ക് ആ കാര്യത്തിൽ പറയാനുള്ളതെന്ന് വ്യക്തമാക്കാനാണ് DGP അവരോട് ആവശ്യപ്പെട്ടത്. ഷിയോദൻ കാച്ചിയെ അറസ്റ്റ് ചെയ്യണമെന്നും അയാളെ അവസാനിപ്പിക്കണമെന്നും എല്ലാ SP-മാർക്കും താല്പര്യമുണ്ട്. പക്ഷെ പ്രശ്നം ഷിയോദൻ കാച്ചിയുമായി ബന്ധമുള്ള ഒരു സോഴ്സും അവർക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഷിയോദൻ കാച്ചി എപ്പോ വരും, എങ്ങോട്ട് പോകും എന്ന് മാത്രം ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഷിയോദൻ കാച്ചി അവസാനിപ്പിക്കാന്നുള്ളത് അത്ര എളുപ്പമല്ല എന്ന് SP-മാർ ഒന്നായി പറഞ്ഞപ്പോ ഫരീദാബാദിലെ SP അജയ് രാജ് ശർമ്മ DGPയോട് പറഞ്ഞു, സർ, ഞങ്ങൾ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ എനിക്ക് പരമാവധി 1 മാസം സമയം മതി എന്ന്. ഷിയോദൻ കാച്ചിയെ അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് പറയാൻ മറ്റ് SP-മാർക്ക് പറ്റാതെ വന്നപ്പോഴാണ് അജയ് രാജ് ശർമ്മ 1 മാസം കൊണ്ട് ഷിയോദൻ കാച്ചിയെ അവസാനിപ്പിക്കുമെന്ന് DGPയുടെ മുന്നിൽ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും DGPക്കും ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്ന DIGക്കും ഒക്കെ അജയ് രാജിന്റെ അഷുറൻസ്, ആ വാക്കുകൾ വല്ലാത്തൊരു ഊർജ്ജം ഉണ്ടാക്കുകയാണ്. ഗവർണർ ശരിക്കും ഫയർ ചെയ്തുകൊണ്ടാണ് DGP ആ മീറ്റിംഗ് വിളിച്ചത്. സ്വാഭാവികമായിട്ടും ആ മീറ്റിംഗിൽ നിന്ന് ലഭിച്ച ഊർജ്ജം വാക്കുകളാക്കി മാറ്റി ഗവർണറെ ധരിപ്പിക്കാൻ DGP മറന്നില്ല. 1 മാസത്തിനകം ഷിയോദൻ കാച്ചിയെ കൊണ്ടുള്ള ഭീഷണി അവസാനിപ്പിക്കുമെന്ന് DGP കൃത്യമായിട്ട് ഗവർണർക്ക് റിപ്പോർട്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ അടുത്ത 1 മാസത്തേക്ക് പട്ടാളത്തെ വിളിക്കുന്നതിനെ കുറിച്ച് ഗവർണർ ആലോചിക്കരുത്. അതാണ് DGP പറഞ്ഞതിന്റെ അർത്ഥം. ഗവർണർ സമ്മതിച്ചു. DGP കാര്യങ്ങൾ ഗവർണർക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്ന DIG അജയുമായി ഷിയോദൻ കാച്ചിയെ അവസാനിപ്പിക്കാനായി അജയ് എടുത്തിരിക്കുന്ന നടപടികൾ ചർച്ച ചെയ്തു. അജയ് അയാളുടെ പ്ലാന് വളരെ വ്യക്തമായിട്ട് തന്നെ DIGയുടെ മുന്നിൽ അവതരിപ്പിച്ചു. പ്ലാൻ കേട്ട് കഴിഞ്ഞപ്പോൾ DIG അജയോട് പറഞ്ഞു, ഇത് കൊള്ളാം, ഈ ശൈലിയിൽ മുന്നോട്ട് പോയാൽ മതി. മേലുദ്യോഗസ്ഥന്റെ അനുവാദം കിട്ടിയോടുകൂടി അജയ് ഷിയോദൻ കാച്ചിയെ പിടികൂടാനുള്ള നടപടികളുടെ വേഗത വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഫറൂഖാബാദിലേക്ക് മടങ്ങിയെത്തിയ അജയ് മിയാനെ വിളിപ്പിച്ചു. SP വിളിപ്പിച്ചപ്പോ സന്തോഷത്തോടു കൂടിയാണ് മിയാൻ SP-യുടെ ഓഫീസിലെത്തിയത്. ശരിക്കും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് തുടർന്ന് SP-യും മിയാനും തമ്മിൽ ഉണ്ടായത്. അവർ രണ്ടുപേരും മാത്രമുള്ള മീറ്റിംഗിൽ SP അജയ് മിയാനോട് പറഞ്ഞു, എനിക്ക് ഷിയാദിന്റെ ഗാങ്ങിലെ ആ ബാബുവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം. ബാബുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണമെന്ന് കേട്ടപ്പോ മിയാൻ ഒന്ന് പതറി. മിയാന്റെ മുൻ ജീവനക്കാരനാണല്ലോ ഈ ബാബു. ബാബുവിന്റെ സഹോദരൻ ഒരു കൊലപാതക കേസിൽ ജയിലിലാണ്. അയാൾക്ക് വേണ്ടി വക്കീലിനെ വെച്ചതും ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്യുന്നതൊക്കെ മിയാനാണ്. മിയാൻ അതുകൊണ്ട് തന്നെ ഒന്ന് ഉരുണ്ട് കളിക്കാൻ ശ്രമിച്ചപ്പോ SP മിയാനോട് കാര്യത്തിന്റെ ഗൗരവം കൃത്യമായി ധരിപ്പിച്ചു. ഷിയോദൻ കാച്ചി SP അജയിന്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയ കഥ ഉൾപ്പെടെ SP മിയാനെ ധരിപ്പിച്ചു. SP-യുടെ മക്കളെ തട്ടിക്കൊണ്ടുപോകുന്നു, കൊല്ലുമെന്നും ഷിയോദൻ ഭീഷണിപ്പെടുത്തിയ കാര്യം SP പറഞ്ഞപ്പോ മിയാൻ പെട്ടെന്ന് നിശബ്ദനായി. അതുവരെ അയാൾ ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. തന്റെ മകനെ അപമാനിച്ച ആളെ സ്ഥലം മാറ്റി തന്റെ അഭിമാനം ഉയർത്തിയ വ്യക്തിയാണ് SP അജയ്. അജയ് ഒരു ആവശ്യം പറയുമ്പോൾ അത് പറ്റില്ല എന്ന് പറയാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് പത്താനായ മിയാൻ കടക്കുകയാണ്. SP അജയ് മിയാനോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും നിങ്ങൾ നിർബന്ധിക്കില്ല, പക്ഷേ ഇനി വേറെ ഒരു സോഴ്സും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ബാബുവിനെ നമുക്ക് രക്ഷിക്കണം. ബാബു നമ്മളോടൊപ്പം കൂടിയാൽ അവന്റെ ജീവൻ സംരക്ഷിക്കാൻ പറ്റും. ബാബുവിന്റെ തലയ്ക്ക് സർക്കാർ വിലയിട്ടിരിക്കുന്നതുകൊണ്ട് പോലീസിന് അവനെ മജിസ്ട്രേറ്റിന് ഓർഡർ ഇല്ലാതെ വെടിവെച്ചു കൊല്ലാൻ പറ്റും. അക്കാര്യം മിയാനും അറിയാം. ആ ഓർഡർ നിലനിൽക്കെ ബാബുവിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ഏക കക്ഷി ഇപ്പോ SP ആണ്. SP-ക്ക് ബാബു ഒരു സഹായം ചെയ്യണം. ഷിയോദൻ കാച്ചിയെ ഇല്ലാതാക്കാൻ ബാബു സഹകരിച്ചാൽ
ബാബുവിന് ഉറപ്പായും ഒരു ജീവിതം കിട്ടും. SP അജയ് രാജ് ശർമ്മ പറയുന്ന കാര്യങ്ങൾ മിയാൻ മനസ്സിലാകുന്നുണ്ട്. ഗാങ്സ്റ്ററായി മാറിയിരിക്കുന്ന ബാബുവിനെ പഴയ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ഒരു ചാൻസ് ആണ് ഇപ്പതാ ലഭിക്കുന്നത്. ബാബുവിനെതിരെ കോടതിയിൽ കേസ് വരുമ്പോൾ ആ കേസിന് ദൃക്സാക്ഷികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാബു ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത തീരെ കുറവാണെന്ന് അജയ് രാജ് മിയാനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഗാങ്സ്റ്റേഴ്സിന്റെ കേസുകൾ അങ്ങനെയാണ്. ഗാങ്സ്റ്റേഴ്സിനെതിരെ സാക്ഷി പറയാൻ സാധാരണഗതിയിൽ ആരും തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെ ബാബുവിനെതിരെയുള്ള കേസുകൾ കോടതിയിൽ എത്തുമ്പോൾ സാക്ഷികൾ ഇല്ലാത്തത് കൊണ്ട് കേസ് ബാബുവിന് അനുകൂലമായി മാറും. അജയ് രാജ് പോലീസ് ഭാഗത്തു നിന്നും അത് ഉറപ്പാക്കുമ്പോൾ ഉറപ്പായിട്ടും ബാബുവിന് ഊരിപ്പോകാൻ പറ്റും. ബാബുവിന് ഒരു സ്വതന്ത്ര ജീവിതം ലഭിക്കും. ഈ കാര്യങ്ങളൊക്കെ മിയാനെ ബോധ്യപ്പെടുത്തിയപ്പോൾ മിയാന്റെ മനസ്സൊന്ന് അലിഞ്ഞു. മിയാൻ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് അജയനോട് പറഞ്ഞിട്ടാണ് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഈ സംഭവം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മിയാൻ SP അജയനെ കോൺടാക്ട് ചെയ്തു. ഫോണിലൂടെ മിയാന്റെ ശബ്ദം കേട്ട അജയന് ആ കാര്യം ഉറപ്പാണ്. മിയാൻ ശരിക്കും ആവേശത്തിലാണ്. കൃത്യം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മിയാൻ പറഞ്ഞ സ്ഥലത്ത് SP എത്തി. അവിടെ വെച്ച് മിയാൻ SP തമ്മിൽ കൂടി കാണുകയാണ്. മിയാൻ ശരിക്കും ആവേശത്തിലാണ്. മിയാൻ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ബാബുവുമായി കോൺടാക്ട് ചെയ്തിരുന്നു. ബാബുവിനെ നേരിട്ട് കാണുകയായിരുന്നു. ബാബുവിന്റെ ജ്യേഷ്ഠനെ കോടതി കാര്യങ്ങളിൽ സഹായിക്കുന്ന ആളെന്ന നിലയിൽ മിയാന് ബാബുവിനെ കോൺടാക്ട് ചെയ്യാൻ ചില മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് ബാബുവിനെ മിയാൻ കോൺടാക്ട് ചെയ്തത്. ബാബുവിനെ കോൺടാക്ട് ചെയ്ത മിയാൻ ബാബുവിനോട് ഒരു ചോദ്യം ചോദിച്ചു. പഴയ ജീവിതത്തിലേക്ക് മടങ്ങാൻ ബാബുവിന് താല്പര്യമുണ്ടോ എന്നാണ് മിയാൻ ബാബുവിനോട് ചോദിച്ചത്. മിയാൻ ബാബുവിന്റെ മുൻ മുതലാളി കൂടിയാണ്. പെട്ടെന്ന് മിയാന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ചോദ്യം ഉണ്ടായപ്പോൾ ബാബുവിനെ അന്തം വിട്ടുപോയി. സാബ്, ഇനി അത് പറ്റുമോ? പഴയ ജീവിതത്തിലേക്ക് എനിക്ക് മടങ്ങാൻ ഇനി പറ്റുമോ? ബാബു പെട്ടെന്ന് അങ്ങനെ ചോദിച്ചതും മിയാൻ ബാബുവിനോട് പറഞ്ഞു, ബാബു, നമ്മുടെ ഫറൂഖാബാദിലെ SP വിചാരിച്ചാൽ അത് നടക്കും. നിനക്ക് നിന്റെ കുടുംബത്തിന്റെ പ്രശ്നമൊക്കെ അറിയാലോ. നിന്റെ കുടുംബവുമായി നിനക്ക് കഴിഞ്ഞ 5 വർഷമായി ഒരു ബന്ധവുമില്ല. നിന്റെ ജ്യേഷ്ഠൻ ജയിലിലാണ്. നിന്റെ സഹോദരി ഒറ്റയ്ക്ക് വീട്ടിലുള്ളൂ. നിന്റെ സഹോദരിക്ക് ഏക കൂട്ട് നിന്റെ അമ്മയാണ്. അവർക്കാണെങ്കിൽ തീരെ സുഖമില്ല. അവർ പെട്ടെന്ന് ഇല്ലാതായാൽ നിന്റെ സഹോദരിയെ ആര് നോക്കും? ഒരു വല്ലാത്ത ചോദ്യമാണ് മിയാൻ ബാബുവിന് മുന്നിൽ ഉയർത്തിയത്. ബാബുവിന് ആ കാര്യം അറിയാം. അവന്റെ വീട്ടിൽ ഉള്ള പുരുഷന്മാർ 3 പേരായിരുന്നു. അവന്റെ അച്ഛൻ മരിച്ചുപോയി. പിന്നുള്ളത് അവർ 2 പേർ. ഒരാൾ ഗാങ്സ്റ്ററാണ്, മറ്റേ ജയിലിലാണ്. ഇനിയുള്ളത് ഏക സഹോദരിയാണ്. അമ്മ തീരെ അവശയാണ്. അമ്മ കൂടി മരിച്ചാൽ സഹോദരിയുടെ കാര്യം പരിങ്ങലാകുമെന്ന് ബാബുവിന് നന്നായിട്ട് അറിയാം. ബാബുവിന്റെ മനസ്സിലേക്ക് ആ ചിത്രം കൊണ്ടുവന്ന മിയാൻ ബാബുവിനോട് പറഞ്ഞു, നിന്നെ സഹായിക്കാൻ ഫറൂഖാബാദിലെ SP മാത്രമേ പറ്റൂ. അല്ല, അദ്ദേഹം എന്തിനാ എന്നെ സഹായിക്കുന്നത്? ബാബു അങ്ങനെ ചോദിച്ചപ്പോൾ മിയാൻ ബാബുവിനോട് പറഞ്ഞു, അത് നീയും അദ്ദേഹം തമ്മിൽ നേരിട്ട് കണ്ട് സംസാരിച്ചാൽ അറിയാൻ പറ്റൂ. അങ്ങനെ മിയാൻ പറഞ്ഞപ്പോ ആലോചിച്ചിട്ട് മറുപടി പറയാന്ന് പറഞ്ഞിട്ട് ബാബു തിരിച്ചു പോവുകയായിരുന്നു. ഈ കാര്യങ്ങൾ പറയാനാണ് മിയാൻ അജയന്റെ അടുത്തേക്ക് വന്നത്. മിയാന്റെ അടുത്ത് നിന്ന് പോകുന്നതിന് മുമ്പ് ബാബു മിയാനോട് മറ്റു കാര്യം കൂടി പറഞ്ഞിരുന്നു. ബാബു അറിയപ്പെടുന്ന ഒരു ഗാങ്സ്റ്ററാണ്, കൊള്ളക്കാരനാണ്. ബാബുവിന്റെ തലയ്ക്ക് പോലീസ് വില പറഞ്ഞിട്ടുള്ളതാണ്. ബാബു ഒരു പോലീസുകാരന്റെ അടുത്തേക്ക് വന്നാൽ സ്വാഭാവികമായിട്ട് പോലീസുകാരൻ ആ നിമിഷം ബാബുവിനെ വെടിവെച്ചു വരും. ആ കാര്യം ബാബുവിന് അറിയാം. ബാബു ആ കാര്യം അങ്ങനെ തന്നെ മിയാനോട് പറഞ്ഞപ്പോ മിയാൻ ബാബുവിനോട് പറഞ്ഞു, ഏയ്, അത് സംഭവിക്കില്ല. ആ കാര്യം ഞാൻ ഉറപ്പുവരുന്നു. ഫറൂഖാബാദ് SP അജയ് അത്രക്കാരനല്ല, ഞാൻ ഗ്യാരണ്ടിയാണ്. മിയാൻ അങ്ങനെ തറപ്പിച്ച് പറഞ്ഞത് കൊണ്ടാണ് ബാബു ആലോചിച്ചിട്ട് മറുപടി പറയാമെന്ന് മിയാനോട് പറഞ്ഞിരിക്കുന്നത്. ഈ വിവരങ്ങൾ കേട്ടപ്പോൾ അജയന് ആകെ ആവേശമായി. അജയനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുണ്ട്. അജയ് DGP കൊടുത്തിരിക്കുന്ന വാക്കും ആ വാക്കിനെ ബേസ് ചെയ്തുകൊണ്ട് DGP ഗവർണർ കൊടുത്തിരിക്കുന്ന വാക്കും ഒക്കെ ഇപ്പൊ ഇതാ തെറ്റാൻ പോവുകയാണ്. സമയം ഓടി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ബാബുവിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി മിയാൻ കാത്തിരിക്കുമ്പോൾ മിയാനെ അജയ് കരീംഗഞ്ചിലെ പുതിയ ഇൻസ്പെക്ടറെ പരിചയപ്പെടുത്തി. പുതുതായി വന്നിരിക്കുന്നത് ഒരു രാജ്കുമാർ സിംഗ് ആണ്. നല്ല ശക്തനായ കരുത്തനായ ഒരു വ്യക്തിയാണ്. രാജ്കുമാർ സിംഗ് ആയിരിക്കും ഷിയോദങ് കാച്ചി ഓപ്പറേഷന്റെ മുന്നിൽ നിൽക്കാൻ പോകുന്ന ആള്. അതുകൊണ്ടാണ് മിയാനെ രാജ്കുമാറിനെയും അജയ് കണക്ട് ചെയ്ത് കൊടുത്തത്. SP അജയ് ശർമ്മ, ഇൻസ്പെക്ടർ രാജ്കുമാർ, പിന്നെ ബിസിനസ്സുകാരനായ മിയാൻ. ഈ മിയാന് ഈ പോലീസുമായിട്ടുള്ള കണക്ഷൻ സ്വാഭാവികമായിട്ടും മറ്റേ ആളുകളുടെ ശ്രദ്ധയപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് ഈ മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. എന്തെങ്കിലും കാരണവശാൽ ഷിയോധാനുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഈ കണക്ഷനെ കുറിച്ച് അറിഞ്ഞാൽ മിയാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അത് അജയ് രാജിനും രാജ്കുമാറിനും അറിയാം, മിയാനും അറിയാം. അജയ് രാജും കൂടുതൽ ആളുകളൊക്കെ ബാബുവിൽ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ബാബു മിയാന്റെ വാക്കുകൾ തള്ളി പറയുമോ? ബാബു ഇനി ഷിയോധനെ ഒറ്റുകൊടുക്കാൻ തയ്യാറാകാതെ ആവൂ? ഒരുപാട് ചോദ്യങ്ങൾ അജയ് രാജിന്റെയൊക്കെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സമയമാണെങ്കിൽ ഇങ്ങനെ ഓടിപ്പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗവർണർ കൊടുത്തിരിക്കുന്ന ഡേറ്റ് അടുത്ത് വരുന്നതുകൊണ്ട് DGP കണക്റ്റഡ് ആയിട്ടുള്ള
SP-കളുടെ മീറ്റിംഗ് വീണ്ടും വിളിച്ചു. ലക്നൌവിലാണ്. മീറ്റിംഗിൽ പങ്കെടുക്കാനായി അജയരാജ് മിശ്ര ലക്നൌവിലെത്തി. ലക്നൌവിലേക്ക് അജയരാജ് ശർമ്മ തിരിക്കും മുമ്പ് തന്നെ DGP മീറ്റിംഗിന് മുമ്പ് അജയരാജിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് DGP അജയരാജ് പോയി കണ്ടു. ഷിയോധാനെ അവസാനിപ്പിക്കാനുള്ള നടപടികളുടെ പ്രോഗ്രസ് വളരെ വ്യക്തമായി അജയരാജ് ശർമ്മ DGPയെ ധരിപ്പിച്ചു. അതിനുശേഷമാണ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അജയരാജന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് DGP ആ മീറ്റിംഗിൽ ഒരു അനൗൺസ്മെന്റ് നടത്തി. 2 ആഴ്ചയ്ക്കുള്ളിൽ ഷിയോധാൻ കൊല്ലപ്പെടും. 2 ആഴ്ചയ്ക്കുള്ളിൽ ഷിയോധാൻ കൊല്ലപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് തനിക്കുള്ളതെന്ന് DGP പറയുമ്പോൾ അജയരാജ് ഒഴികെയുള്ള SP-മാരൊക്കെ മുഖത്തോട് നോക്കുകയാണ്. ഓരോ SP-മാരും അവരുടെ കീഴിലുള്ള കാര്യങ്ങൾ പലതും രഹസ്യമാക്കി വെക്കുന്നതുകൊണ്ട് ആരാണ് യഥാർത്ഥത്തിൽ ഷിയോധാൻ കാച്ചിയെ അവസാനിപ്പിക്കാനുള്ള നടപടിയിൽ വിജയിക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയത്തില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുമ്പോൾ മീറ്റിംഗ് അവസാനിച്ചു. ലക്നൌവിലെ മീറ്റിംഗ് കഴിഞ്ഞ് ഫറൂഖാബാദിലേക്ക് മടങ്ങുന്ന അജയരാജ് ശർമ്മയുടെ മുന്നിൽ ഇനി 2 ആഴ്ച സമയമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. ലക്നൌവിൽ നിന്ന് ഫറൂഖാബാദിൽ മടങ്ങിയെത്തി 2 ദിവസം കഴിഞ്ഞതും അജയരാജിനെ മിയാൻ കോണ്ടാക്ട് ചെയ്തു. SP-യുടെ അടുത്തേക്ക് വന്ന മിയാൻ ശരിക്കും ആവേശത്തിലാണ്. ബാബു SP അജയരാജിനെ കാണാൻ സമ്മതിച്ചു എന്നുള്ളതാണ് ആ ആവേശത്തിന്റെ കാരണം. ബാബു അജയരാജനെ കാണാൻ സമ്മതിച്ച കാര്യം അറിഞ്ഞപ്പോൾ അജയരാജിന് സന്തോഷമായി. അജയരാജന്റെ മുഖത്ത് പുഞ്ചിരി ശ്രദ്ധിച്ച മിയാൻ അജയരാജനോട് പറഞ്ഞു, സർ, ചില പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? ബാബു ചില കണ്ടീഷൻസ് വെച്ചിരിക്കുകയാണ്. എന്ത് കണ്ടീഷൻ? സർ, ബാബു പറയുന്നത് അങ്ങ് SP ആയിരിക്കുന്ന ഈ ഫറൂഖാബാദ് ജില്ലയിൽ വെച്ച് തമ്മിൽ കാണേണ്ടെന്നാണ്. SP അജയരാജ് ശർമ്മയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച് മീറ്റിംഗ് നടത്തണം. അതാണ് ബാബുവിന്റെ 1ാമത്തെ ഡിമാൻഡ്. 2ാമത്തെ ഡിമാൻഡ്, അജയരാജ് ശർമ്മ ഒറ്റയ്ക്കായിരിക്കണം ബാബുവിനെ കാണാൻ വരേണ്ടത്. 3ാമത്തെ ഡിമാൻഡ്, അജയരാജ് ശർമ്മ ഒരു ആയുധങ്ങളും കൂടെ കരുതാൻ പാടില്ല. ബാബുവും ഒറ്റയ്ക്ക് വരും, ആയുധങ്ങൾ ഉണ്ടാവില്ല. ആ കണ്ടീഷൻസ് പറഞ്ഞ മിയാൻ അജയരാജ് ശർമ്മയോട് പറഞ്ഞു, സർ, അവനൊരു ഗാങ്സ്റ്ററാണ്, നമുക്ക് പൂർണ്ണമായി അവന് വിശ്വസിക്കാൻ പറ്റില്ല സർ. അതുകൊണ്ട് തന്നെ അങ്ങ് ഒറ്റയ്ക്ക് പോകുന്നതിനെ ഞാൻ അംഗീകരിക്കില്ല. മിയാന്റെ അതേ അഭിപ്രായമാണ് രാജ്കുമാറിന് ഉള്ളത്. അദ്ദേഹവും SP-യോട് പറഞ്ഞു, സർ, ഇത് അപകടമാണ്. ബാബു ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള കുപ്രസിദ്ധനായ കൊള്ളക്കാരനാണ്. അവന്റെ കയ്യിൽ എപ്പോഴും ആയുധങ്ങൾ ഉണ്ടാവും. ആളുകളെ കൊല്ലുന്നതിൽ ഒരു മടിയുമില്ലാത്ത ആളാണ് ബാബു. ആ ബാബുവിനെ ഒറ്റയ്ക്ക് നിരായുധനായി SP അജയരാജ് ശർമ്മ കാണുന്നത് അപകടകരമാണെന്ന് ഇൻസ്പെക്ടർക്കും അതുപോലെ മിയാനും അറിയാം. അവർ രണ്ടുപേരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുവെങ്കിലും അജയരാജ് ശർമ്മ രാജ്കുമാറിനോടായും മിയാനോടായും പറഞ്ഞു, സാരമില്ല, ബാബു പറഞ്ഞ പോലെ ഞാൻ ആക്ട് ചെയ്തില്ലെങ്കിൽ അവൻ എന്നെ കാണാൻ വിസമ്മതിക്കും. അതല്ലാതെ വേറെ മാർഗമില്ല. എന്തായാലും നമ്മൾ തിരഞ്ഞെടുത്ത സ്ഥലം നേരത്തെ കൂടി ഒന്ന് പരിശോധിക്കുക. അങ്ങനെ ആ ധാരണയായി. കയ്യംഗഞ്ച് പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിലുള്ള ഒരു ഗ്രാമം അലിഗഡ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ളതാണ്. അടുത്ത ജില്ലയുമാണ്. ആ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 500 മീറ്റർ മാറി ഒരു ചെറിയ ആൽമരം. ആ ആൽമരത്തിന്റെ അടുത്ത് SP ഒറ്റയ്ക്കിരിക്കുമ്പോൾ ബാബു അങ്ങോട്ട് വരും. അവർ തമ്മിൽ സംസാരിക്കണം. ഇതാണ് കണ്ടീഷൻ. മിയാൻ പോയി കഴിഞ്ഞപ്പോ രാജ്കുമാർ SP-യോട് പറഞ്ഞു, സാർ, അപകടം ഒഴിവാക്കുന്നതാണ് ബുദ്ധി. രാജ്കുമാറിന്റെ സന്ദേഹം സ്വാഭാവികമായിട്ടും SP-ക്ക് മനസ്സിലാവും. SP രാജ്കുമാറിനോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ആ ആൽമരത്തിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിൽ സിവിൽ ഡ്രസ്സിൽ ആയുധധാരികളായി അവിടെയുള്ള ആ ഗോതമ്പ് വയൽ ഒളിച്ചിരിക്കുക. ഈ ആൽമരത്തിന് സമീപമായി ഒരു ഗോതമ്പ് വയലുണ്ട്. പക്ഷെ ആ ഗോതമ്പ് വയലിൽ കൃഷിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുതിയ തൈകൾ നട്ടിട്ടേ ഉള്ളൂ. അധികം പൊക്കത്തിൽ ആ തൈകൾ വളർന്നിട്ടില്ല. ആ തൈകൾക്കിടയിൽ പതുക്കെ കിടക്കാനാണ് രാജ്കുമാറിന്റെ ടീമിനും അജയരാജ് നിർദ്ദേശം കൊടുത്തത്. തീരുമാനിച്ചതുപോലെ ആ ദിവസം എത്തി. മിയാന്റെ വാഹനത്തിലാണ് അജയരാജ് സിംഗ് ആ ഭാഗത്തേക്ക് വന്നത്. അജയരാജിനെ ആ ആൽമരത്തിന്റെ സമീപത്ത് വിട്ടിട്ട് മിയാൻ മടങ്ങിപ്പോകണമെന്നായിരുന്നു കണ്ടീഷൻ. പക്ഷെ അവിടെ എത്തിയപ്പോ മിയാൻ ഒരേ നിർബന്ധം, ഒരു കാരണവശാലും SP-യെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മിയാൻ കൂടി SP-യുടെ അടുത്തേക്ക് വന്നു. SP-യെ ഒറ്റയ്ക്ക് കാണണമെന്നാണ് ബാബു ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോ മിയാൻ കൂടി ഉണ്ടെന്ന് കണ്ടാൽ ബാബു പ്രശ്നമുണ്ടാക്കുമെന്ന് SP മിയാനോട് പറഞ്ഞപ്പോ മിയാൻ ആ ആൽമരത്തിന്റെ ഒരു ശാഖയിൽ കയറി ഒളിച്ചു. ഒരു കൂറ്റൻ ആൽമരമാണ്, അനവധി ശാഖകളുണ്ട്. ആ ശാഖകൾക്കിടയിൽ മിയാൻ ഒളിച്ചിരിക്കുന്നത് ആർക്കും അറിയാൻ പറ്റില്ല. മിയാന്റെ കയ്യിൽ തോക്കുമുണ്ട്. SP-യെ ബാബുവിനെ പോലുള്ള ഒരു കൊള്ളക്കാരന്റെ അടുത്ത് അങ്ങനെ വിട്ടുകൊടുക്കുന്നത് ശരിയാകില്ല എന്ന് 100% മിയാൻ ഉറപ്പുള്ളത് കൊണ്ടാണ് മിയാൻ അങ്ങനെ ചെയ്തത്. മിയാൻ മരത്തിനകത്ത് ഒളിച്ചു. ആ ആൽമരത്തിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാറി ഗോതമ്പ് വയലിനകത്ത് 3 പോലീസുകാർ സിവിൽ ഡ്രസ്സിൽ ഗണ്ണുമായി കാത്തുകിടപ്പെട്ടു. അവരങ്ങനെ തറയിൽ കിടക്കുകയാണ് ആ വയലിൽ. SP ആ ആൽമരത്തിനടുത്ത് ഒരു കല്ലിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ദൂരെ നിന്ന് ഒരു ചെറുപ്പക്കാരൻ നടന്നു വരുന്നത് കാണാം. അവൻ കൂളായിട്ടാണ് വരുന്നത്.
ശരിക്കും കൈവീശി ധൃതിയിൽ അവൻ ആൽമരത്തിന് നേരെ നടന്നു വരികയാണ്. നല്ല വെൽ ബിൽറ്റ് ബോഡിയാണ് ആ ചെറുപ്പക്കാരൻ്റെ. എസ് പിയുടെ അടുത്തെത്തിയതും അവൻ എസ് പിയോട് പറഞ്ഞു, സാർ ഞാനാണ് ബാബു. പെട്ടെന്ന് തന്നെ ബാബുവും എസ് പി തമ്മിൽ സംസാരിച്ചു തുടങ്ങി. സാർ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ബാബു, ഞാൻ ബാബുവിനെ കാണണമെന്ന് പറഞ്ഞത് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ്. സാർ എന്താണ് കാര്യം? ബാബു, നീ എപ്പോഴെങ്കിലും നിന്റെ വീട്ടുകാരെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? സാർ അത് ചോദിക്കാനാണോ അങ്ങിപ്പോ എന്നെ വിളിച്ചു വരുത്തിയത്? ബാബു, നിനക്കറിയാം നിന്റെ തലയ്ക്ക് വില പറഞ്ഞിട്ടുണ്ടെന്ന്. സ്വാഭാവികമായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നീ കൊല്ലപ്പെടും. നിന്റെ ജ്യേഷ്ഠന്റെ കേസും പ്രശ്നമാണ്. കൊലപാതക കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ജീവപര്യന്തമെങ്കിലും തടവ് കിട്ടും. അങ്ങനെ വരുമ്പോ നിന്റെ സഹോദരി എങ്ങനെ ജീവിക്കുമെന്നാണ് നീ കരുതുന്നത്? ബാബു ഒരു കൊള്ളക്കാരനായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവന്റെ ചെയ്തികൾക്ക് വിധേയരായിട്ടുള്ള ആളുകൾ പല ഗ്രാമങ്ങളിലും ഉണ്ടാവും. ആ ആളുകൾ സംഘടിച്ച് അവന്റെ സഹോദരിക്കെതിരെ എന്തെങ്കിലും ക്രൂരകൃത്യത്തിന് തുനിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് എസ് പി അവനോട് ചോദിച്ചപ്പോ ബാബു ഒന്ന് നിശബ്ദനായി. സർ, അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാബു, നീ പോലീസിൽ കീഴടങ്ങിയാൽ ഉറപ്പായിട്ടും നിനക്ക് ഒരു നല്ല ജീവിതം ലഭിക്കും. നിനക്കെതിരെയുള്ള കേസുകൾ ഞാൻ കടുപ്പിക്കത്തില്ല. നിനക്ക് ഈസി ആയിട്ട് കോടതിയിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റും. പോലീസിൽ കീഴടങ്ങിയാൽ ബാബുവിനെ രക്ഷിക്കാമെന്ന് എസ് പി പറഞ്ഞപ്പോ അതിനല്ല എസ് പി തന്നെ വിളിപ്പിച്ചതെന്ന് ബാബുവിന് നന്നായിട്ട് അറിയാം. ബാബു എസ് പിയോട് ചോദിച്ചു, സാർ പോലീസിന് മുന്നിൽ കീഴടങ്ങിക്കാൻ വേണ്ടി എന്നെ വിളിപ്പിച്ചതല്ല എന്ന് എനിക്കറിയാം. അങ്ങ് എന്താ ഉദ്ദേശിക്കുന്നത്? ബാബു, പ്രശ്നം നിന്റെ ഗ്യാങ് ലീഡറാണ് സിയോദിൻ കാച്ചി. സിയോദിൻ കാച്ചി ഇപ്പോ സ്റ്റേറ്റിന് ഒരു തലവേദന ആയിരിക്കുകയാണ്. സിയോദിൻ കാച്ചി അവസാനിപ്പിക്കാൻ ഗവർണർ ഉത്തരവിട്ടിരിക്കുകയാണ്. ആ ഉത്തരവ് പ്രകാരം ഇന്നല്ലെങ്കിൽ നാളെ സിയോദിൻ കാച്ചി കൊല്ലപ്പെടും. ബാബുവിനും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോ എസ് പി പറഞ്ഞത്. സർ, അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? ബാബു, സിയോദിൻ കാച്ചി എവിടെ ഉണ്ടെന്ന് നിനക്ക് കൃത്യമായിട്ട് അറിയാം. നീ സിയോദിൻ കാച്ചിയെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നോട് ഷെയർ ചെയ്താൽ നിനക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. സർ, അത് പറ്റില്ല. പെട്ടെന്ന് തന്നെ ബാബു ചാടി എണീറ്റ് പറയുകയാണ്, സാർ എനിക്ക് എന്റെ സ്വന്തം സഹോദരനെ പോലെയാണ് ഭായിയെ ഒറ്റുകൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. സിയോദിൻ കാച്ചിയെ ഒറ്റുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബാബു തിരിച്ചു നടന്നതും മിയാൻ ഓടി പുറത്തു വന്നു. ബാബു! പെട്ടെന്ന് മിയാനെ കേട്ട ബാബു ഒന്ന് ഞെട്ടി. സാർ, ഞാൻ പറഞ്ഞതല്ലേ ഒറ്റയ്ക്ക് എസ് പി കാണുള്ളൂ. ബാബു, ശരിയാണ്, നിങ്ങൾ തമ്മിൽ പരിചയമില്ലല്ലോ. എനിക്കല്ലേ നിങ്ങൾ രണ്ടുപേരും പരിചയമുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരാളോട് ഉണ്ടാകുന്നത് നല്ലതെന്ന് കരുതിയിട്ടാണ് ഞാൻ കൂടെ വന്നത്. അത് എസ് പി പറഞ്ഞുകൊണ്ടല്ല, ഞാൻ സ്വന്തമായി വന്നതാണ്. അത് പറഞ്ഞുകൊണ്ട് ബാബുവിന്റെ അടുത്തേക്ക് വന്ന മിയാൻ കുറെ നേരം ബാബുവുമായി ഒറ്റയ്ക്ക് നിന്ന് സംസാരിച്ചു. ഏകദേശം ഒരു 15 മിനിറ്റോളം മിയാൻ ബാബുവിനോട് സംസാരിച്ചാണ്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മിയാൻ ബാബുവുമായി എസ് പിയുടെ അടുത്തേക്ക് വന്നു. ബാബുവും എസ് പിയും കൂടി മിയാൻ അടുത്തെത്തിയതും മിയാൻ എസ് പിയോട് പറഞ്ഞു, സാർ, ബാബു സമ്മതിച്ചു. സിയോദിൻ കാച്ചിയെ ഒറ്റുകൊടുക്കാൻ ബാബു സമ്മതിച്ചിരിക്കുകയാണ്. ഒരു നല്ല ലൈഫ് അവന് കിട്ടാൻ വേണ്ടിയല്ല അവൻ ഒറ്റുകൊടുക്കുന്നത്. അവന്റെ വീട്ടുകാരെ, അവന്റെ സഹോദരിയെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഗ്രൂപ്പിലെ തലവനായ സിയോദിൻ കാച്ചിയെ ഒറ്റുകൊടുക്കാനാണ് ഇപ്പോ ബാബു തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ആ പ്ലാൻ വർക്കൗട്ട് ആവുകയാണ്. സിയോദിൻ കാച്ചി എവിടെ എപ്പോ വരുമെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. പക്ഷെ സിയോദിൻ കാച്ചിയും ടീമും ഏതെങ്കിലും ഗ്രാമത്തിലേക്ക് വരുമ്പോ തീരുമാനമെടുക്കും. ആ തീരുമാനം 6 മണിക്കൂർ മുമ്പെങ്കിലും എസ് പി അറിയിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാമെന്നാണ് ഇപ്പോ ബാബു ഏറ്റിരിക്കുന്നത്. സിയോദിൻ കാച്ചി ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രാമം അല്ലെങ്കിൽ കട അല്ലെങ്കിൽ വലിയ വീടുകൾ അത് എവിടെയാണെന്ന് കൃത്യമായിട്ടും ബാബു എസ് പി അറിയിക്കും. അതും 6 മണിക്കൂർ മുമ്പ്. വളരെ വളരെ വ്യക്തമാണ് ബാബുവിന്റെ അഭിപ്രായം. അങ്ങനെ ബാബു പറഞ്ഞതിന് ശേഷം ബാബു പെട്ടെന്ന് തന്നെ അവിടുന്ന് പിന്മാറി. ബാബു പോയി കഴിഞ്ഞതും എസ് പി മിയാന്റെ കാറിലാണ് അവിടുന്ന് മടങ്ങിയത്. മിയാനും എസ് പിയും ബാബു പോയി കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ വയലിൽ നിന്ന് പോലീസുകാർ മറുഭാഗത്തുകൂടി അവരുടെ വാഹനം ഇട്ടിരിക്കുന്ന ഭാഗത്തേക്ക് നടന്നത്. ബാബുവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിൽ ആ പോലീസുകാർ പെടാതിരിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ അത്രയും സമയം കാത്തിരുന്നത്. എസ് പി ഓഫീസിലേക്ക് മടങ്ങിയെത്തിയ അജയരാജ് ശർമ്മ പെട്ടെന്ന് തന്നെ ഒരു ടീമിനെ റെഡിയാക്കി. 10 ഷാർപ്പ് ഷൂട്ടേഴ്സിനെയാണ് അജയരാജ് ശർമ്മ റെഡിയാക്കി എടുത്തത്. ഏത് സമയത്ത് വേണമെങ്കിലും ബാബുവിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടും. ഇൻഫർമേഷൻ കിട്ടുന്ന ആ നിമിഷം തന്നെ ആക്ഷൻ നടക്കണം. അതിനുവേണ്ടിയാണ് ആ 10 ടീമിനെ റെഡിയാക്കുന്നത്. ഷാർപ്പ് ഷൂട്ടേഴ്സായ ആ 10 ടീമിനെ നേതൃത്വം കൊടുക്കുന്നത് സക്കൽ രാജ്കുമാറാണ്. രാജ്കുമാർ ആഗ്ര യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ ഒരു അത്ലറ്റ് കൂടിയാണ്. ആളൊരു മിടുക്കനാണ്. അജയരാജ് ശർമ്മ ആ 10 ടീമിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഡിസംബർ 24-ന് കയൻഗഞ്ചിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്ത്, ഷംസാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിരുന്നിൽ പങ്കെടുക്കുകയാണ് അജയരാജ് ശർമ്മ. അവിടുത്തെ നവാബ് അജയരാജ് ശർമ്മയുടെ സുഹൃത്താണ്. അദ്ദേഹം ഒരു വിരുന്ന് സംഘടിപ്പിച്ചപ്പോൾ അവിടേക്ക് ചെന്നതാണ്. ആ വിരുന്നിൽ
അജയരാജ് ശർമ്മ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അജയരാജ് ശർമ്മയ്ക്ക് ഒരു കോൾ വന്നു. ഡിസംബർ 25 ക്രിസ്മസിന് രാത്രി 2 മണിക്ക് ഒരു ഓപ്പറേഷൻ നടത്താൻ ഷിയോദൻ കാച്ചി തീരുമാനിച്ചിരിക്കുന്ന വിവരമാണ് ബാബു റിപ്പോർട്ട് ചെയ്തത്. ഷിയോദൻ കാച്ചി നടത്തിയ ഒരു കൊലപാതകത്തിന് ദൃക്സാക്ഷികളായ 2 താക്കൂർ സഹോദരന്മാരുണ്ട്. ആ താക്കൂർ സഹോദരന്മാരോട് സാക്ഷി പറയരുതെന്ന് ഷിയോദൻ കാച്ചി അറിയിച്ചതാണ്. അത് വകവയ്ക്കാതെ ഷിയോദൻ കാച്ചിക്കെതിരെ കോടതിയിൽ സാക്ഷി പറയുമെന്ന് ആ താക്കൂർ സഹോദരന്മാർ ഉറപ്പിച്ചു പറഞ്ഞതുകൊണ്ട് ആ താക്കൂർമാരെ തീർക്കാൻ വേണ്ടിയാണ് ഡിസംബർ 25 രാത്രി 2 മണിക്ക് ഒരു ആക്ഷൻ ഷിയോദൻ കാച്ചി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ ഇൻഫർമേഷനാണ് ഇപ്പോൾ ബാബു വഴി അജയരാജ് ശർമ്മ അറിഞ്ഞത്. താക്കൂറിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി അതാണ് ഷിയോദൻ കാച്ചി അവസാനിപ്പിക്കാനായി രാജ്കുമാർ തിരഞ്ഞെടുത്ത സ്ഥലം. താക്കൂർ സഹോദരന്മാർ താമസിക്കുന്ന ആ ഗ്രാമത്തിൽ കുറേയേറെ വീടുകളുണ്ട്. ആ വീടുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ മാറി ഒരു മൺപാതയുണ്ട്. ആ മൺപാതയിൽ ഒരു കുന്നുണ്ട്. താക്കൂർ സഹോദരങ്ങളുടെ വീട്ടിലേക്ക് ഈ വഴിയിലൂടെയാണ് ഷിയോദൻ കാച്ചി ടീമും വരേണ്ടത്. ഈ വളവ് കഴിഞ്ഞ് വലത്തോട്ട് തിരിയുമ്പോൾ ഒരു ചെറിയ ഗ്രാമമാണ്. അവിടെ ഒരു 100ഓളം വീടുകളുണ്ട്. ആ ഗ്രാമത്തിലാണ് താക്കൂർ സഹോദരന്മാർ താമസിക്കുന്നത്. ഈ വളവിൽ വെച്ച് ഒരു ആക്രമണം നടത്തുക, അതാണ് രാജ്കുമാർ ഇട്ട പ്ലാൻ. അജയരാജ് സിംഗ് ആ പ്ലാൻ അംഗീകരിച്ചു. അതിന്റെ കാരണം ഈ കുന്നാണ്. ഈ കുന്നിന് മുകളിൽ പോലീസ് സേന തയ്യാറായി നിന്നാൽ ഈ മൺപാതയിലൂടെ വരുന്ന ഷിയോദനും ടീമിനും മറ്റൊരിടത്തേക്ക് ഓടി ഒളിക്കാൻ പറ്റില്ല. ഈ കുന്നിനെതിരെ മൺപാതയുടെ മറുഭാഗത്തുള്ളത് ശരിക്കും മുൾപടർപ്പാണ്. ആ മുൾപടർപ്പ് ശരിക്കും അപകടകാരിയാണ്. അതിലേക്ക് കയറാൻ സാധാരണഗതിയിൽ ആരും തയ്യാറാവില്ല. അപ്പൊ പിന്നെ ഷിയോദൻ കാച്ചിക്ക് ടീമിനും ഒരു ആക്രമണം ഉണ്ടായാൽ മുന്നോട്ടോ പിന്നോട്ടോ ഓടാൻ മാത്രമേ കഴിയൂ. ഈ കുന്നിന്റെ ഇരുഭാഗവും പോലീസ് കവർ ചെയ്താൽ സ്വാഭാവികമായിട്ടും അവിടെ എത്തുന്ന ഷിയോദൻ കാച്ചി ടീമിനെയും ആക്രമിക്കാൻ എളുപ്പമാണ്. വളരെ വ്യക്തമായൊരു പ്ലാൻ പോലീസ് തയ്യാറാക്കി. ഇതൊക്കെ പറയുമ്പോഴും ശ്രദ്ധിക്കുക, ഈ ചിത്രം എടുത്തിരിക്കുന്നത് പകലാണ്, ആക്രമണം നടത്തേണ്ടത് രാത്രിയുമാണ്. ഈ റോഡിലൂടെ വാഹനം വന്നാൽ സ്വാഭാവികമായിട്ടും ആരുടെയെങ്കിലും ശ്രദ്ധയപ്പെടാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിയ അജയരാജ് ശർമ്മയും രാജ്കുമാറും അടങ്ങിയ ആ ടീം കൈൻഗഞ്ചിൽ നിന്ന് കാൽനടയായി രാത്രി യാത്ര തിരിച്ചു. രാത്രി ഏകദേശം 11 മണിയോടുകൂടി ശബ്ദമുണ്ടാക്കാതെ ആരുടെയും ശ്രദ്ധയപ്പെടാതെ ആ ടീം ആ കുന്നിന്റെ ഭാഗത്തേക്ക് നടന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ ടീം യാത്ര തുടങ്ങുമ്പോൾ കുറുക്കന്റെ ഓരിയിടൽ അവർക്ക് കേൾക്കാം. ഒരു ഉദ്യമത്തിൽ തുടങ്ങുമ്പോൾ കുറുക്കൻ ഓരിയിടുന്നത് കേൾക്കുന്നത് നല്ലതാണെന്നാണ് പൊതുവെ പറയുക. നമ്മൾ ആരെങ്കിലും എതിരിടാൻ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റേ പാർട്ടിക്ക് ദോഷം വരുമെന്നാണ് അതിന്റെ അർത്ഥം. പോലീസുകാർ ആ കാര്യം അജയരാജ് ശർമ്മയോട് പറയുകയും ചെയ്തു. അജയരാജ് ശർമ്മയും രാജ്കുമാറും കൗശിക്കും ബാക്കിയുള്ള ആളുകളും ഒക്കെ അധികം സമയം കഴിയുമ്പോൾ ആ മലയുടെ മുകൾ ഭാഗത്തെത്തി. ആ കുന്നിന് മുകളിൽ ഏറ്റവും നടുക്ക് അജയരാജ് ശർമ്മ. അജയരാജ് ശർമ്മയുടെ ഇടതു ഭാഗത്ത് 5 പോലീസുകാർ. ആ പോലീസുകാരിൽ ആദ്യത്തെ ആള് SI രാജ്കുമാർ സിംഗ് ആണ്. അജയരാജിന്റെ തൊട്ടടുത്ത് വലതു ഭാഗത്തായി SI കൗശിക്കാണ്. SI കൗശിക്കിന് ശരിക്കും നിർണായകമായ ഒരു ഡ്യൂട്ടി ഉണ്ട്. അജയരാജ് സിംഗ് SI കൗശിക്കിന്റെ പുറത്ത് തട്ടുന്ന ആ നിമിഷം നിറയൊഴിക്കണം. അത് ഒരു പ്രകാശം വിതറുന്ന വെടിയുണ്ടയാണ്. ആ വെടിയുണ്ട ആകാശത്തേക്ക് വർഷിക്കപ്പെടുമ്പോൾ ആ മേഖല മുഴുവൻ പ്രകാശപൂരിതമാകും. ഏകദേശം 1 മിനിറ്റോളം ആ പ്രകാശം ഉണ്ടാകും. ആ സമയത്ത് രാജ്കുമാർ സിംഗും കൂടെ ഉള്ളവരും ഷിയോദൻ കാച്ചിയെ നേരിടണം. അതാണ് തീരുമാനം. ഷിയോദൻ കാച്ചി മാത്രമല്ല, അയാളുടെ കൂടെയുള്ള ആളുകളും ആക്രമണത്തിന് വിധേയരാകണം. വളരെ വ്യക്തമാണ് അവരുടെ പ്ലാൻ. ഈ ആക്രമണത്തിൽ പ്രധാനപ്പെട്ട ഒരു റോള് അഭിനയിക്കേണ്ടത് സാക്ഷാൽ ബാബുവാണ്. ഷിയോദൻ കാച്ചിയും ടീമും ഇരുട്ടത്ത് ആ റോഡിലൂടെ വരുമ്പോൾ ഒരു കുഞ്ഞിനും കാണാൻ പറ്റില്ല. അവർ വരുന്നു എന്നുള്ള വിവരം പോലീസിനെ അറിയിക്കേണ്ട ചുമതല ബാബുവിനാണ്. ബാബു വളരെ സിമ്പിളായ ഒരു കാര്യം ചെയ്യണം. ആ കുന്നിന് ഏകദേശം 50 മീറ്റർ അടുത്ത് അവരെത്തുമ്പോൾ ബാബു ഒരു സിഗരറ്റിന് തീ കൊളുത്തണം. ഇരുട്ടത്ത് ആ തീ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് റെഡി ആയിക്കോളും. ബാബു ഷിയോദൻ കാച്ചിയുടെ ടീമുമായിട്ട് ആ മലഞ്ചെരുവിലേക്ക് വരുന്നത് കാത്ത് പോലീസ് അങ്ങനെ മുകളിൽ കാത്തിരിക്കുകയാണ്. അജയരാജ് ശർമ്മയും ടീമും ശ്വാസം അടക്കി പിടിച്ച് താഴെ നിന്നുള്ള പാതയിലേക്ക് അങ്ങനെ നോക്കിയിരിക്കുകയാണ്. സമയം ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോവുകയാണ്. ഇപ്പോൾ അവർക്ക് ഒരു ചെറിയ അനക്കം കാണാം. ഒരു 4 ടീം ആ മലയുടെ മുന്നിലേക്ക് നടന്നു വരികയാണ്. അരിച്ചരിച്ചു വീഴുന്ന ചന്ദ്രപ്രകാശത്തിലൂടെ ആ 4 ടീമിനെ അങ്ങനെ നോക്കുമ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
പെട്ടെന്ന് ആ 4 ടീമിലെ ഒരാൾ ഒരു സിഗരറ്റ് കൊളുത്തി. അതൊരു സിഗ്നലാണ്. സിഗരറ്റ് കൊളുത്തിയത് സാക്ഷാൽ ബാബുവാണ്. സിഗരറ്റ് കൊളുത്തിയിട്ട് ബാബു കൂടെയുള്ള ആളോട് പറഞ്ഞു, ഞാനേ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. അങ്ങനെ പറഞ്ഞിട്ട് ബാബു പുറകോട്ട് മാറിയപ്പോൾ ഷിയോദൻ കാച്ചിയും കൂടെയുള്ള ആളും മുന്നോട്ട് നടക്കുകയാണ്. ആ 2 ടീം നടന്ന് കൃത്യം അജരാജ് ശർമ്മ നിൽക്കുന്ന ആ കുന്നിനെ തൊട്ട് മുന്നിലെത്തിയതും അജരാജ് ശർമ്മ വലതു ഭാഗത്തുള്ള കൗശികിന്റെ പുറത്തുനിന്ന് തട്ടി. കൗശികിന്റെ പുറത്ത് അജരാജ് ശർമ്മ തട്ടിയതും കൗശിക് അയാളുടെ ഗണ്ണിനെ കാഞ്ചി വലിച്ചു. ആ നിമിഷത്തിൽ കൗശിക്കിന്റെ ഗണ്ണിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞ വെടിയുണ്ട അവിടെ ഒരു വർണ്ണ പ്രപഞ്ചം തന്നെ ഉണ്ടാക്കി. പെട്ടെന്നൊരു പ്രകാശം ആ മേഖലയിൽ ഉണ്ടായി. അപ്രതീക്ഷിതമായി വെടിയുടെ ശബ്ദവും പ്രകാശവും ഉണ്ടായതും വെടിയുടെ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഷിയോദന്റെ ആ സ്റ്റെൻഗൺ തിരിയുകയാണ്. സ്റ്റെൻഗണിൽ നിന്ന് ഷിയോദൻ കാഞ്ചി വലിച്ച ആ നിമിഷത്ത് തന്നെ രാജ്കുമാർ സിംഗ് ഷിയോദന് നേരെ നിറയൊഴിച്ചു. സ്റ്റെൻഗണിൽ നിന്ന് ഷിയോദൻ നിറയൊഴിക്കുന്ന ആ നിമിഷം തന്നെ രാജ്കുമാർ സിംഗിന്റെ ഗണ്ണിൽ നിന്നുള്ള വെടിയുണ്ട ഷിയോദന്റെ ശരീരത്തിൽ പതിച്ചിരുന്നു. വെടിയേറ്റിട്ടും ഷിയോദൻ മുകളിലേക്ക് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കൂടുതൽ ഗണ്ണുകളിൽ നിന്നുള്ള വെടിയുണ്ടെങ്കിൽ ഷിയോദന് നേരെ പാഞ്ഞു. ഷിയോദന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഗാങ്സ്റ്ററിനും ഇതിനിടയിൽ വെടിയേറ്റു. പരിക്കേറ്റ ആള് പിന്തിരിഞ്ഞ് ഓടിയത് പോലീസിന് ശ്രദ്ധയപ്പെട്ടില്ല. സകലരുടെ ശ്രദ്ധ സ്റ്റെൻഗൺ ഉപയോഗിക്കുന്ന സിയോധാനിലായിരുന്നു. സിയോധനെ ഐഡന്റിറ്റി തന്നെ ആ സ്റ്റെൻഗണ്ണാണ്. അതുകൊണ്ട് തന്നെ പോലീസ് സിയോധനെ ലക്ഷ്യമിട്ട് നിറയൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെടിയേറ്റ ആ ഗാങ്സ്റ്റർ താഴെ മലയുടെ ചരിവിലേക്ക് ഓടി മാറി. ഈ സമയത്ത് സിഗരറ്റ് വലിക്കുന്ന ബാബുവിന് സമീപത്തുണ്ടായിരുന്ന ആ ഗാങ്സ്റ്ററും ബാബു ഓടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഓടിയെത്തുകയും അവര് കീഴടങ്ങുകയും ചെയ്തു. ബാബു യഥാർത്ഥത്തിൽ ആ ഗാങ്സ്റ്ററെ കീഴടങ്ങാൻ നിർബന്ധിക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. അനവധി പോലീസുകാർ വെടിയുതിർത്തുകൊണ്ടിരിക്കുമ്പോൾ ഓടി മാറുന്നത് അപകടമാണെന്ന് ബാബു ആ ഗാങ്സ്റ്ററെ ബോധ്യപ്പെടുത്തുന്നതിൽ വിജയിച്ചത് കൊണ്ടാണ് അയാൾ കീഴടങ്ങിയത്. എന്തായാലും നേരം വെളുക്കുമ്പോഴേക്കും ഈ കഥ എല്ലാവരും അറിഞ്ഞു. ഷിയോദൻ കാച്ചി സകല ഗ്രാമീണരുടെയും ഉറക്കം കെടുത്തിയിരുന്ന ഭീകരനായ കുറ്റവാളിയാണ്, കൊടും കുറ്റവാളിയാണ്. അയാളുടെ മരണം സകല ഗ്രാമീണരെയും ആവേശഭരിതരാക്കിയിരിക്കുകയാണ്. അവരുടെ ആവേശം അജയരാജിനും ടീമിനും ബോധ്യമാകുന്നത് അവർ ഷിയോദന്റെ ബോഡിയുമായി സ്റ്റേഷനിലോട്ട് വരുമ്പോഴാണ്. സ്റ്റേഷന്റെ ഇരുപുറത്തും ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആ ആൾക്കൂട്ടത്തിൽ ഏറ്റവും മുന്നിലുള്ളത് സാക്ഷാൽ താക്കൂർ സഹോദരന്മാരാണ്. അവർ റോഡിൽ നൃത്തം കളിക്കുകയാണ്. നൃത്തം കളിക്കുന്ന അവർ അജയരാജിനെ കണ്ടതും പൂമാലയുമായി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി വന്നു. അദ്ദേഹത്തെ താക്കൂർ സഹോദരന്മാർ പൂമാലയിട്ട് സ്വീകരിച്ചോടുകൂടി ആളുകളുടെ ഒഴുക്ക് തന്നെ അജയരാജിന് നേരെ ഉണ്ടാവുകയാണ്. സകലരുടെ കയ്യിലും പൂമാലകളാണ്. അവർക്ക് അവരുടെ സന്തോഷം ഒളിച്ചു വെക്കാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും അടുത്ത ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അജയരാജ് വിവരം DG അറിയിച്ചു. DG ശരിക്കും സന്തോഷത്തിലാണ്. അടുത്തുണ്ടായിരുന്നെങ്കിൽ അജയരാജിനെ കെട്ടിപ്പിടിച്ചനെ എന്ന് പറയുന്ന ശൈലിയിലുള്ള സന്തോഷമാണ് DG പ്രകടിപ്പിച്ചത്. DG വഴി വിവരമറിഞ്ഞ DGP അജയരാജിനെ ഫോണിൽ വിളിച്ചു. DGP ശരിക്കും സന്തോഷത്തിലാണ്. ഗവർണർ DGP കൊടുത്തിരുന്ന ആ അൾട്ടിമാറ്റം അവസാനിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതാ ഷിയോദൻ കാച്ചി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഷിയോദൻ കാച്ചി അവസാനിപ്പിച്ച അജയരാജ് ശർമ്മയെ സ്വാഭാവികമായിട്ടും പ്രസിഡന്റ് പ്രത്യേക അവാർഡിന് തിരഞ്ഞെടുത്തു. ആ അവാർഡൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഒരു ദിവസം അജയരാജ് ശർമ്മ ലക്നൌവിലേക്ക് യാത്ര ചെയ്യുകയാണ്. ട്രെയിനിലാണ് യാത്ര. ആ യാത്രക്കിടയിൽ അജയരാജ് ശർമ്മ തൊട്ടടുത്തിരിക്കുന്ന ആളിന്റെ കയ്യിലിരിക്കുന്ന മാഗസിൻ കണ്ടു. ഹിന്ദിയിലുള്ള ഒരു മാഗസിനാണ്. ആ മാഗസിനിൽ ഒരു വലിയ വാർത്തയുണ്ട്. ഷിയോദൻ കാച്ചി എന്ന കൊടും കുറ്റവാളിയെ അവസാനിപ്പിച്ച് ധീരനായ SP അജയരാജ് ശർമ്മയെ കുറിച്ചാണ് ആ ലേഖനം. അജയരാജ് ശർമ്മയുടെ ഒരു കളർ ഫോട്ടോയും ഉണ്ട്. അജയരാജ് ശർമ്മയുടെ തൊട്ടടുത്തിരിക്കുന്ന ആളാണ് ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അജയരാജ് ശർമ്മ അയാളെ തട്ടി വിളിച്ചു. ഹലോ, നിങ്ങളുടെ ഈ മാഗസിനിൽ കാണുന്ന ആ ചിത്രത്തിലെ ആളിന് ഞാനുമായി നല്ല സാമ്യം ഉണ്ടല്ലേ? ശരിക്കും എന്നെ പോലെ തന്നെ ഉണ്ട്. അജയരാജ് ശർമ്മ അങ്ങനെ പറഞ്ഞതും ആ ചെറുപ്പക്കാരൻ അജയരാജ് ശർമ്മയും ആ ചിത്രത്തിനെയും മാറി മാറി നോക്കുകയാണ്. ശരിയാണ്, സത്യത്തിൽ നിങ്ങളെ പോലെയുണ്ട്. അതെ അതെ, ഒരാളെ പോലെ ഒത്തിരി ആളുകളുണ്ടെന്ന് സാധാരണ പറയാറുണ്ട്. അങ്ങനെ അജയരാജ് ശർമ്മ പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരനും അത് സമ്മതിക്കുകയാണ്. ശരിയാണ്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിൻ ലക്നൗ സ്റ്റേഷനിലെത്തി. ലക്നൌവിലെ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയപ്പോ അജയരാജ് സിംഗുള്ള ആ കമ്പാർട്ട്മെന്റിലേക്ക് ചില പോലീസുകാർ കയറി വന്നു. അകത്തേക്ക് വന്ന പോലീസുകാർ അജയരാജ് സിംഗിനെ സല്യൂട്ട് ചെയ്യാൻ. അജയരാജ് സിംഗ് എണീറ്റ് ബാഗുമായി പുറത്തേക്ക് നടക്കുമ്പോൾ ആ മാഗസിനിലേക്കും അജയരാജ് സിംഗിലേക്കും മാറി മാറി നോക്കുകയാണ് ആ ചെറുപ്പക്കാരൻ. ഷിയോദൻ കാച്ചിയെ അവസാനിപ്പിച്ച അജയരാജ് ശർമ്മയുടെ കഥ നിങ്ങളോട് പറഞ്ഞത് M-Life-ൽ നിന്ന് BS ചന്ദ്രമോഹൻ. ഇതുപോലുള്ള പോലീസുകാരും അവരുടെ കഥകളും എത്ര കേട്ടാലും മതിയാകില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കഥ നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. കഥ ശ്രദ്ധാപൂർവം കേട്ട്
എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു.